Okay, so again, welcome to the second day of the 3-day workshop conducted by Benzel Maths. സോ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ടീച്ചിങ്ങിലുള്ള ഡിഫറെന്റ് ഓപ്ഷൻസിനെ കുറിച്ചും എല്ലാം കേട്ടു. അപ്പോൾ റിസർച്ചിനെ കുറിച്ച് ഇനീഷ്യലി ഒരു ഓൾമോസ്റ്റ് 1 hour സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 1 minute. സോ അതിനുശേഷം പ്രൈവറ്റ് കോച്ചിങ് ഫീൽഡിലുള്ള ടീച്ചിങ്ങിനെ കുറിച്ചും അതുപോലെ ദെൻ ഗവൺമെന്റ് കോളേജുകളിലുള്ള ടീച്ചിങ്ങിനെ കുറിച്ചും അതിന്റെ പേ സ്കെയിലിനെ കുറിച്ച് എങ്ങനെയാണ് ജോബിലോട്ട് എത്തിപ്പെടാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. ഇന്നത്തെ സെഷൻ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് BSc മാത്സിന് ശേഷം വേറെ MSc മാത്സ് അല്ലാതെ എന്നാൽ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ യൂഷ്വലി ടെക് കമ്പനിയിൽ യൂഷ്വലി എഞ്ചിനീയേഴ്സ് ജോബിന് പോകുന്ന തരത്തിലുള്ള കമ്പനികളിൽ ഒരു ജോബിന് എനേബിൾ ആക്കുന്ന കോഴ്സുകൾ ഏതാണ്, ദെൻ അത് എവിടേക്കാണ് പഠിക്കാൻ പറ്റുക, ആൻഡ് അതിന്റെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. എന്നെ അറിയുന്നവരും അറിയാത്തവരും എല്ലാം ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവും. സോ എൻ്റെ പേര് അബ്ദുൾ റഹീം. ഞാൻ ഇപ്പോൾ IIT മദ്രാസിലെ MSc മാത്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് IIT ബോംബെയിലാണ് പഠിച്ചത്. IIT ബോംബെയിൽ നിന്നും 4-year ഡിഗ്രി BS മാത്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം അതിനു മുമ്പും എപ്പോഴുമായിട്ട് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് 12th മുതൽ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നലെ ഷമീം സാർ സംസാരിച്ച സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് +2 തീരുമാനിച്ച കാര്യമാണ് ഞാനൊരു കരിയർ ബിൽഡ് ചെയ്യുക എൻട്രൻസ് കോച്ചിങ് ഫീൽഡിലാണ്, കോച്ചിങ്ങിലായിരിക്കും. അതേപോലെ 12th മുതൽ 12th അല്ലെങ്കിൽ 11th ഞാൻ ജെയ്ക്ക് വേണ്ടിയിട്ട് കോച്ചിങ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തീരുമാനിച്ചതാണ് ഞാൻ കോച്ചിങ് ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുക, കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സോ നാച്ചുറലി ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ജെയുടെയും ജാമിന്റെയും ഗേറ്റിന്റെയും എല്ലാത്തിനും എൻ്റെ റാങ്ക് കാര്യങ്ങൾ കാണാൻ പറ്റും മുമ്പത്തെ വർഷങ്ങളിലെ. ദെൻ അതല്ലാതെ ഞാൻ IIT ബോംബെയിൽ 2020 ജോയിൻ ചെയ്തു. 20 പകുതിയൊക്കെ ആയപ്പോൾ 2021 സ്റ്റാർട്ടിങ് മുതലേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ടീച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. IITians സ്റ്റാർട്ട് ചെയ്ത് ഉള്ള പല സ്റ്റാർട്ടപ്പുകളിൽ ആദ്യം ടാൻജന്റ് ഓൺലൈൻ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിൽ, ദെൻ ഷോസിം, ആൻഡ് പോയിന്റർ, ഇതെല്ലാം പല പല ഓൺലൈൻ എഡ്ടെക് സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇവിടെ എല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചിങ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് തുടക്കം മുതൽ കോളേജ് ഫസ്റ്റ് ഇയർ മുതലേ ടീച്ചിങ് തുടങ്ങിയത്. ഇപ്പോൾ കറന്റ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ജാമിനും ജെയ്ക്കും ദെൻ കീമിന് ദെൻ സ്കൂൾ എക്സാമുകൾക്ക്, അങ്ങനെ പല പല ഡയറക്ഷനിൽ ഓരോ എക്സാംസിന് വേണ്ടിയിട്ടും പല രാജ്യത്തുള്ള കുട്ടികളെ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് എക്സാംസിന് തയ്യാറാക്കി. നൗ ഇന്നത്തെ ടോക്കിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് കടക്കാം. സോ യൂഷ്വലി IITയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് BSc അല്ലെങ്കിൽ MSc കഴിഞ്ഞതിന് ശേഷം, യൂഷ്വലി MSc കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻ ആയിട്ട് 2 ഫീൽഡുകളിലോട്ടാണ് പോകാൻ പറ്റുക. ഒന്ന് നമുക്ക് പ്ലേസ്മെന്റ് എടുത്തൊരു ജോബിലോട്ട് പോകാം, അതല്ലെങ്കിൽ റിസർച്ചിലോട്ട് പോകാം. സോ PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ ലെക്ചറായിട്ട് കയറാം. ദെൻ വലിയ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ടീച്ചിങ് മാത്രമായിരിക്കില്ല, റിസർച്ചും കൂടി ആയിരിക്കും നിങ്ങളുടെ ജോബ്. ആക്ച്വലി റിസർച്ച് ആയിരിക്കും നിങ്ങളുടെ ജോബിന്റെ മേജർ പാർട്ട്. അതിനെക്കുറിച്ചെല്ലാം ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഗവൺമെന്റ് സ്കൂളുകളിലെ കോച്ചിങ് ഫീൽഡിൽ പല പല ടീച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ലാതെ സാധാരണ ഇപ്പോൾ IIT എന്ന് പറയുമ്പോൾ മെയിൻലി അതൊരു ടെക്നിക്കൽ സ്ഥാപനമാണ്, എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് IITയിൽ ഈവൻ നിങ്ങൾ MSc മാത്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത ചില ഓപ്ഷൻസ് നമുക്ക് കിട്ടും. വേറെ എവിടെയും കിട്ടാത്തെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ഏതൊക്കെ പ്ലേസ്മെന്റ്സ് നോക്കുക, ഏതൊക്കെ കമ്പനീസിൽ പ്ലേസ്ഡ് ആവാൻ സാധ്യതയുണ്ടോ, ഓൾമോസ്റ്റ് ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ മുന്നിലും അവൈലബിൾ ആയിരിക്കും നിങ്ങൾ MSc മാത്സ് ചെയ്യുകയാണെങ്കിൽ. ഓൺലി തിങ് ഇസ് നിങ്ങൾക്ക് അതിന് വേണ്ട സ്കിൽസ് വേണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിങ് നല്ലപോലെ അറിയണം. ഡാറ്റ അനലിസ്റ്റ് ആവണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡാറ്റ സയൻസിലെ ടൂൾ നല്ലപോലെ അറിയണം. ദെൻ ഈവൻ ഒരു ട്രേഡിംഗ് ജോബിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് ആവശ്യമാണ്, നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസ് ആവശ്യമാണ്. ബൈ ദ വേ, വൺ ഓഫ് ദ ഹയസ്റ്റ് പേയിങ് സെക്ടർ എന്ന് പറയുന്നത് IITസിൽ യൂഷ്വലി ഏറ്റവും ഹയസ്റ്റ് പേയ്മെന്റ് ഈവൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, BTech സ്റ്റുഡൻസിന് തന്നെ കൊടുക്കുന്നത് ഒരിക്കലും ഡയറക്റ്റ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബുകളല്ല, യൂഷ്വലി ട്രേഡിംഗ് ഫേംസ്. ഓക്കെ, ദെൻ ഈ ഓപ്ഷൻസ് എല്ലാം യൂഷ്വലി ഒരു IITയിൽ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ MSc ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ പറഞ്ഞതുപോലെ അവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ കരിക്കുലം ഡയറക്റ്റ്ലി അതിന് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല.
MSc മാത്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ പ്യൂർലി തിയററ്റിക്കൽ ആയിട്ട് കാര്യങ്ങളാണ് പഠിക്കുക. പക്ഷെ ഒരു കമ്പനി പ്ലേസ്മെന്റിന് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ആണ്. അത് നമ്മൾ സ്വന്തം ടൈമിൽ ഡെവലപ്പ് ചെയ്യണം. അതിന് നമ്മുടെ കോളേജിലുള്ള പല ക്ലബ്ബുകളും അവർ നടത്തുന്ന പല കോഴ്സുകളും എല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളും MScക്ക് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല പ്ലേസ്മെന്റ്സ് എടുക്കാറുണ്ട്. ഈ വർഷമായിട്ട് മദ്രാസിലെ MSc മാത്സിലുള്ള ഒരു സ്റ്റുഡന്റ് ലൈക്ക് 18 lakh പെർ ആനം, 18 ലക്ഷം പെർ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു മാസം 1.5 ലക്ഷത്തോളം വരുന്ന ഒരു ഒരു ജോബ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ആസ് എ ഡാറ്റ സയൻസ്. സോ അതൊരു എക്സ്ട്രീം കേസ് ആണ്. ഓക്കെ, ബട്ട് പ്ലേസ്ഡ് അല്ലാത്ത ആൾക്കാരും ഡെഫിനറ്റ്ലി ഉണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാം. ബട്ട് എനിവേ MSc മാത്സ് ചെയ്തിട്ട് ഈ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ജോബാണ്, ഒരു ഇൻഡസ്ട്രി ജോബാണ്, ഒരു MNCയിലെ ജോബാണ് ആവശ്യം, ഒരു ടെക് ജോബാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ MSc മാത്സ് എന്ന് പറയുന്ന കോഴ്സിന്റെ കരിക്കുലം നിങ്ങളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും അവിടെ ആവശ്യമുള്ള കാര്യങ്ങളും ഒരു 95% ഡിഫറെന്റ് ആയിരിക്കും. ഒരു 5% കോമൺ ആയിട്ട് വല്ലതും ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക. സോ മാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഓറിയന്റഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് ബേസ്ഡ്, ഒന്ന് ഡാറ്റ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ്, മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ്. ഇതിലെ ഒരു കോഴ്സും കംപ്ലീറ്റ്ലി ഇപ്പൊ മാത്ത് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ മാത്സ് മാത്രമല്ല, ഡാറ്റ സയൻസ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഡാറ്റ സയൻസ് മാത്രമല്ല, അതിൽ മാത്സും ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഇതിലെ ഏത് കോഴ്സ് എടുത്താലും ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതിൽ മാത്സ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, ഡാറ്റ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ വരും, എല്ലാം വരും. ഏതൊരു കോഴ്സ് എടുത്താലും അതിൽ ഈ 3 എലമെന്റ്സ് ഉണ്ടാവും. സ്റ്റിൽ കുറച്ച് കൂടുതൽ ഏത് ടോപ്പിക്കാണ്, ഏത് കണ്ടന്റ് ആണ് ഉണ്ടാവുക എന്നതിനനുസരിച്ചിട്ട് 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ മാത്സുമായിട്ട് വളരെ ക്ലോസർ ആയിട്ടുള്ള ചില പ്ലേസ്മെന്റ്സിന് സ്യൂട്ടഡ് ആയിട്ടുള്ള ഡിഗ്രികളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് MScയിൽ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് സ്ട്രെസ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ദെൻ അപ്ലൈഡ് മാത്സിൽ MSc ചെയ്യാൻ പറ്റും. ദെൻ ഓപ്പറേഷൻസ് റിസർച്ച് മറ്റൊരു അടിപൊളി ഫീൽഡാണ്, എമർജ് ചെയ്ത് വരുന്ന നല്ലൊരു ഫീൽഡാണ്. ലൈക്ക് അതും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ദെൻ ഡാറ്റ CS റിലേറ്റഡ് കോഴ്സുകൾ ഒരുപാട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഒരുപാട് യൂഷ്വലി എല്ലാവർക്കും അറിയാറുണ്ട്. സോ MSc ഇൻ ഡാറ്റ സയൻസ് ചെയ്യാം, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാം. അതല്ലാതെ ഡുവൽ ഡിഗ്രി ഏത് മാത്തമാറ്റിക്സിലും ആൻഡ് ദെൻ ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസസിലും രണ്ടിലും കൂടെ ഒരു ഡുവൽ ഡിഗ്രി കോഴ്സും എവിടെയാണ്, ഏതൊക്കെ കോളേജിലാണെന്നുള്ളതെല്ലാം ഞാൻ പറയും. ബട്ട് ഇത് ഡാറ്റയുമായിട്ട് വളരെ ക്ലോസർ ആയിട്ടുള്ള ചില കോഴ്സുകളാണ് നിങ്ങൾക്ക് BSc മാത്സിന് ശേഷം പെർസ്യൂ ചെയ്യാം. ദെൻ മറ്റൊന്നാണ് MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന്, ഡയറക്റ്റ് MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ദെൻ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ MSc ഉണ്ട്. അതല്ലാതെ എക്കണോമെട്രിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ടെക്നോളജി, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ഒരുപാട് ക്ലോസർ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്ന മറ്റൊരു ഏരിയ ആണ് എക്കണോമെട്രിക്സ്. സോ ഇതിലെ ഓരോ കോഴ്സുകളെ കുറിച്ചും, ഇതിലെ ചില ഇമ്പോർട്ടന്റ് കോഴ്സുകളെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാം. അപ്പൊ അതിനു മുമ്പ് ഈ കോഴ്സുകളുടെ പേരൊക്കെ മനസ്സിലായി. ഇതിൽ ചിലതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് കോഴ്സിന്റെ പേര് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതിലോട്ട് പോകാം. സോ ഈ കോഴ്സുകൾ പഠിക്കാൻ പൊതുവെ ആഗ്രഹിക്കുന്ന ഒരാൾ, ഏറ്റവും കോമൺ ആയിട്ട് എന്നോട് സ്റ്റുഡൻസ് പറയാറുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് ഡാറ്റ സയൻസ്. സോ ഡാറ്റ സയൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഒരു ഈസിയർ ഓപ്ഷൻ, ഒരു ഹാർഡർ ഓപ്ഷൻ. ഈസിയർ ഓപ്ഷൻ എന്താ? നമ്മുടെ നാട്ടില്, കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഡാറ്റ സയൻസിൽ നിങ്ങൾക്ക് ഒരു 6 മന്ത് കോഴ്സ് അല്ലെങ്കിൽ 3 മന്ത് കോഴ്സ് അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതിന്റെ കൂടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് അവരൊരു ഫീച്ചർ കൂടെ വെക്കും, 100% പ്ലേസ്മെന്റ്സ്. നിങ്ങൾക്ക് ഒരു ജോബ് ഉറപ്പാണ് നമ്മുടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള രൂപത്തിൽ പറയും. ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്. ആൻഡ് മറ്റൊന്നാണ് ഓഫ് കോഴ്സ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ IIT, ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ NITs പോലുള്ള എലീറ്റ് സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അടുത്തൊരു കാറ്റഗറി ആയിട്ട്. സോ നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്കൊരു 6 മന്ത് അല്ലെങ്കിൽ 1 മന്ത് ട്രെയിനിങ് തന്ന് നിങ്ങൾ ഡാറ്റ സയൻസ് മാത്രം പഠിപ്പിച്ച് ഒരു 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോകണോ? അതല്ല, നല്ല പോലെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് എൻട്രൻസ് എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി അവിടെ 2 വർഷം പഠിച്ച് അതിനുശേഷം പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് വീണ്ടും കോമ്പീറ്റ് ചെയ്ത്
ഒരു ജോലി നേടാൻ ശ്രമിക്കണം. ഇതിലേതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ബെസ്റ്റ്? സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല പല പോയിന്റുകളുടെ ബേസിസിൽ പല പല ഡിഫറെന്റ് കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഷോർട്ട് ടേമിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം നമുക്കൊരു ഈസ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് ഏറ്റവും സിമ്പിൾ? ഒരു 6 മന്ത് 1 മന്ത് കോഴ്സ്, സോറി, അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ്, കുറച്ച് ഫീ കൊടുത്ത് ജോയിൻ ചെയ്യുന്നു, 100% പ്ലേസ്മെന്റ് ഉണ്ട്, അവിടെ പോവുക, പഠിക്കുക, പഠിച്ചിറങ്ങി പാസ്സായാൽ ജോലി ഉറപ്പാണ്. സോ ഡെഫിനറ്റ്ലി ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഓപ്ഷൻ അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സെന്ററിൽ പോയിട്ട് അവർ പറയുന്ന ഫീ കൊടുത്താൽ മതി. ആൻഡ് ആ ഫീയും വളരെ വളരെ ഹൈ ഒന്നും ആവില്ല. മിക്ക കേസിലും വളരെ വളരെ ഹൈ ഒന്നും ആവില്ല എന്ന് പറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫീ ആയിട്ടാണ്. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു 2 വർഷത്തെ ഫീ മേ ബി ഇവിടെ ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് കൊടുക്കേണ്ടി വരും. ബട്ട് 100% ജോബ് കിട്ടുന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടാകുമ്പോൾ മേ ബി ആ ഫീ എമൗണ്ട് എത്രയായാലും അത് നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റർ ചെയ്തേക്കില്ല. സോ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ഏറ്റവും എളുപ്പം, ഒരു സംശയമില്ല, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സെന്ററിലാണ്. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. സോ ഏതാണ് ഈസിയർ ഓപ്ഷൻ? ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിലൊരു സെന്ററിൽ പോവാം. എന്നാൽ മറ്റ് കാര്യങ്ങൾ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഏതാണ് ആദ്യം ഒരു ജോബ് ലാൻഡ് ചെയ്യാൻ, ഒരു ജോലി ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ലല്ലോ. ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കരിയറിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഫുൾ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് ആ കരിയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, പിന്നീട് കരിയറിൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങളിപ്പോ ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒരു 21 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 24 ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ ജോബിനെ കുറിച്ച് നോക്കുന്നത്, അല്ലെങ്കിൽ മേ ബി 2021 വാട്ട് ഇറ്റ് ഇസ് 20 to 24 എന്നുള്ളൊരു ഏജ് ഗ്രൂപ്പ് ആണ്. ആ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മേ ബി ഒരു 30,000 അല്ലെങ്കിൽ ഒരു 45,000 എന്ന് പറയുന്ന സാലറി പെർ മന്ത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും പല കേസിലും, മെജോറിറ്റി ഓഫ് ദി കേസിലും. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടെ മുന്നോട്ട് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ മാരീഡ് ആകുന്ന ഒരു ടൈമിൽ, നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ടൈമിൽ ആ സാലറി അല്ലെങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾ ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യില്ല. സോ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഇനിയിപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നല്ല സാലറി ഒക്കെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം, സ്റ്റിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒരേ ജോലി ഒരേ ലെവലിലുള്ള സെയിം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പരിധിക്കപ്പുറം സാധാരണ ആർക്കും ചെയ്യാൻ കഴിയില്ല. സോ ഏതൊരാളായാലും ജോലിയിൽ എപ്പോഴും മുന്നോട്ട് ഒരു ഗ്രോത്ത് ഉണ്ട്, നമുക്ക് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണം, നല്ലൊരു പോസ്റ്റിലോട്ട്. ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്നും ബെറ്റർ റോളിലോട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഒരു 5-6 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഡിഗ്രി ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം? ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു കുട്ടിക്ക് 2 വർഷത്തെ നോളജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ജോബിന് വേണ്ട ജസ്റ്റ് ഡാറ്റ സയൻസ് മാത്രമല്ല, ആൾക്ക് മാത്തമാറ്റിക്സ് നല്ലപോലെ അറിയുന്നുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് വൈഡ് ഏരിയാസ് കൂടുതൽ അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഡാറ്റ സയൻസ് മാത്രമായിരിക്കില്ല, ജസ്റ്റ് അനലിറ്റിക്സ് മാത്രമായിരിക്കില്ല, കമ്പ്യൂട്ടർ സയൻസിലെ ഒരുപാട് ഫണ്ടമെന്റൽസ് അറിയുന്നുണ്ടാവും. ആള് 2 വർഷം ഒരു കോളേജിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടാകുന്ന സമയത്ത് വേറെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ IIT-യിലൊക്കെ ജോയിൻ ചെയ്ത് അവിടുത്തെ പ്ലേസ്മെന്റ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ, അവിടെ പ്ലേസ്മെന്റ്സിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടെക്നിക്കൽ നോളജ് പോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി, നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ലീഡിംഗ് പൊസിഷനിലായിരിക്കും. അപ്പൊ ആസ് എ ലീഡർ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയും, ഈ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അതിനെല്ലാം ഒരിക്കലും ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അതേസമയം നിങ്ങളൊരു കോളേജ് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലബ് ആക്ടിവിറ്റീസിന്റെ പാർട്ടാവുകയും അവിടുത്തെ ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് സ്കിൽസും ഒരുപാട് നേടാൻ പറ്റും. സോ ആ കാര്യങ്ങൾ നിങ്ങളെ ഒരു പ്രൊമോഷൻ നോക്കുന്ന സമയത്ത് 100% ഹെൽപ്പ് ചെയ്യും. അവിടെ നിങ്ങൾ ഈവൻ നല്ലൊരു കോളേജിൽ നിന്നാണ് എന്നുള്ള നിങ്ങളുടെ റെസ്യൂമയുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ റെസ്യൂമെ സ്ട്രോങ് ആയിരിക്കും നിങ്ങൾ വലിയൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണെങ്കിൽ, അതും ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും, സംശയമൊന്നുമില്ല. ബട്ട് ദെൻ ഇനി സാലറിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാലും 100% പ്ലേസ്മെന്റ് ഉറപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ടാവും സ്ഥാപനങ്ങൾ. ആൻഡ് പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല, അതൊരു സത്യം. ഇനി അത് പാലിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം, സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോഴ്സ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു സെന്ററിൽ നിന്നും കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോ പേയിങ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും. അതേസമയം നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിൽ കൂടി അഡീഷണൽ ആയിട്ട് ഒരു ഇയറും അഡീഷണൽ ആയിട്ട് എഫേർട്ടും എടുത്ത്
നിങ്ങൾ പഠിച്ച് ഇറങ്ങി ഒരു ജോബ് നിൽക്കുന്ന സമയത്ത് സാലറി വുഡ് ബി മച്ച് ബെറ്റർ. ഓക്കെ, ഇനി ഞാൻ പ്ലേസ്മെന്റ്സിന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും IIT-യിലൊന്നും 100% പ്ലേസ്മെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഏതോ ഒരു സ്ഥാപനത്തിൽ നമുക്ക് പേര് പോലും അറിയാത്ത ഏതോ നാട്ടിലൊരു സ്ഥാപനം 100% പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിലെ ടോപ്പ് IITs നോക്കുക, അവിടെ പോട്ടെ, മാത്സ് എല്ലാം പോട്ടെ, ഈവൻ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് പോലും 100% പ്ലേസ്മെന്റ്സ് ഓഫർ ചെയ്യാൻ കഴിയാറില്ല. വൈ? സിമ്പിൾ റീസൺ. ഒരു സാധാരണ സ്ഥാപനം കൊടുക്കുന്ന ജോബിന്റെ ലെവലും ഒരു IIT-യിൽ ഒരു കുട്ടി നോക്കുന്ന, അവർ ടാർഗറ്റ് ചെയ്യുന്ന, അവർക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് രണ്ടും പക്ക വേറെ ലെവലിലാണ്. IITs-ലെ യൂഷ്വലി സാലറി എന്ന് പറയുന്നത് മച്ച് മോർ ഹയർ ആയിരിക്കും. അവിടെ നമുക്ക് ഗ്രോത്തിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇനീഷ്യൽ സാലറി എത്രയാണോ അത് പോട്ടെ, അത് എത്രയായാലും അതിനുശേഷം അവർക്ക് ഗ്രോ ചെയ്ത് ആ കമ്പനിയിലെ സീനിയർ പൊസിഷനിലോട്ട് പോകാം. അപ്പോഴുള്ള കരിയർ ഗ്രോത്ത് ഒരുപാടായിരിക്കും. അതല്ലാതെ അവർ വർക്ക് ചെയ്യുന്നത് നല്ല ഒരു പിയർ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും. അവരെ ചലഞ്ച് ചെയ്യുന്ന, അവർ ഒരുപാട് പഠിക്കാനും കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ കൂടെ ഉണ്ടാവും. അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരുടെ കൂടെ ആയിരിക്കും, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള. സോ നാച്ചുറലി നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാനും നമ്മുടെ ജോബിൽ എക്സൽ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത കൂടും. ആൻഡ് ഓഫ് കോഴ്സ് അത് നമ്മുടെ കരിയർ ഗ്രോത്തിന് ഓവറോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലരും ഈ ഒരു 100% എന്തായാലും ജോലി കിട്ടുമല്ലോ എന്നുള്ള ഒരു കാര്യമല്ലാതെ പലപ്പോഴും ഓക്കെ ഒരു ജോലി ഉണ്ട് ആൻഡ് ജോലി പെട്ടെന്ന് കിട്ടുക എന്നതാണ് എൻ്റെ ആവശ്യം, പെട്ടെന്നൊരു ജോലി അത് മാത്രമാണ് എൻ്റെ ആവശ്യം എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ പോലും പലപ്പോഴും 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സെന്ററുകളിൽ പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല. അതിനപ്പുറത്തേക്ക് ഒരു ജോലി കിട്ടി അതിനുശേഷം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക. ആൻഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഏത് പ്രൈവറ്റ് സെക്ടർ ജോബുകളിലാണെങ്കിലും നമുക്കൊരു ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഒരു പ്രൈവറ്റ് സെക്ടർ ജോബിൽ അങ്ങനെ സംഭവിക്കുകയാണ്, നിങ്ങളൊരു ഇനീഷ്യൽ ഒരു ജോലിയിൽ കയറി, ദെൻ നിങ്ങൾ ഫോർ സം റീസൺ നിങ്ങൾക്ക് ആ ഒരു ജോലി നഷ്ടപ്പെട്ടു, അടുത്തൊരു ജോലിയിലോട്ട് നിങ്ങൾക്ക് കയറണം. ആ ഒരു സമയത്ത് നിങ്ങളുടെ റെസ്യൂമെ സ്ട്രോങ് ആവുക, നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടാവുക, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പുതിയൊരു ജോലി കണ്ടെത്താൻ. നമ്മുടെ കരിയർ ഓഫ് കോഴ്സ് ഒരൊറ്റ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരൊറ്റ സെന്ററിൽ യൂഷ്വലി ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഒരു പ്രൈവറ്റ് സെക്ടർ ജോബ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് എന്തായാലും നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. സോ ആ സമയത്ത് നിങ്ങളെ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച ഡിഗ്രി വിത്ത് സം വർക്ക് എക്സ്പീരിയൻസ്, അതാണോ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വിത്ത് സം വർക്ക് എക്സ്പീരിയൻസ്, ഏതാണോ നിങ്ങളെ സ്വിച്ച് ചെയ്യാനും നല്ലൊരു ജോബിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഏതായിരിക്കില്ല? ഡെഫിനറ്റ്ലി ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നിങ്ങൾ പക്ക ഷോർട്ട് ടേമിൽ ചിന്തിച്ച് എനിക്ക് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, പെട്ടെന്ന് പേരിനെങ്കിലും ഒരു ജോലി കിട്ടണം, ആ പേരിന് എന്നതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ മാത്രമേ ഞാൻ ഒരു ചെറിയ സ്ഥാപനത്തിലുള്ള ഏതോ ഒരു ഡിഗ്രി എടുക്കുന്നത് നിങ്ങൾക്ക് പ്രിഫറബിൾ ആണ്, നല്ലതാണെന്ന് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഗോ ഫോർ ദ ഹാർഡ് വേ, ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നന്നായി പഠിച്ച് അഡ്മിഷൻ നേടി അവിടുന്ന് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവിടുന്ന് പ്ലേസ്മെന്റ് എടുക്കാൻ നോക്കുക, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ജോബ് നോക്കുക. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇനിയും ഒരു 40 വർഷമെങ്കിലും മിനിമം ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും, ഓൺ ആൻ ആവറേജ് 40-50 വർഷമുണ്ട്. ആ ഒരു ലോങ് ടേമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നല്ലൊരു ഡിഗ്രി എടുക്കുന്നതാണ് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഞാൻ പറഞ്ഞു പല പല കോഴ്സുകളുടെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഓപ്പറേഷൻസ് റിസർച്ച്, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ് എല്ലാം പറഞ്ഞു. സോ മാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലൈഡ് കോഴ്സുകൾ. ഓക്കെ, സോ ആ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എവിടേക്കാണ് അഡ്മിഷൻ കിട്ടാൻ പറ്റുക, എത്രത്തോളം സീറ്റുകളുണ്ട്, ആ ഡീറ്റെയിൽസ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ ജാം എക്സാം എഴുതിയതിന് ശേഷം ആണ് നിങ്ങൾക്ക് IITs-ൽ ഈ കോഴ്സുകളെല്ലാം ചെയ്യാൻ പറ്റുക. പലപ്പോഴും ജാം എക്സാം എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാവരും അതിനെ അസോസിയേറ്റ് ചെയ്യാറ് MSc മാത്സുമായിട്ട് മാത്രമാണ്. ജാം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് MSc മാത്സ് ചെയ്യാനുള്ള എക്സാം ആണ്, MSc മാത്സിന് അഡ്മിഷൻ കിട്ടാനുള്ള എക്സാം ആണെന്ന രൂപത്തിലാണ് കൺസിഡർ ചെയ്യാറ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. ഓക്കെ, ഒരുപാട് സീറ്റുകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ജാമിന് ടോട്ടലി ഉള്ള സീറ്റ്സിൽ റഫ്ലി 30%, 25% സീറ്റുകൾ MSc മാത്സ് അല്ല, മാത്സ് അല്ലാത്ത അപ്ലൈഡ് ഫീൽഡിലുള്ള ജോബ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ IIT ബോംബെയിലാണ് ഓപ്പറേഷൻസ് റിസർച്ച് ഉള്ളത്. അവിടെ വെറും 7 സീറ്റേ ഉള്ളൂ. ഓപ്പറേഷൻസ് റിസർച്ച് IIT ബോംബെയിലെ MSc വളരെ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ IIT ബോംബെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ഏതൊരു കോളേജിലും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചായിരിക്കും അതിന്റെ സ്ട്രെങ്ത്, ദെൻ സീറ്റുകളുടെ എണ്ണം കൂട്ടി വരികയാണ് ചെയ്യുക. BS മാത്സ് ഞാൻ IIT ബോംബെയിൽ പഠിച്ച സമയത്ത് ഞാൻ 3rd ബാച്ചാണ്. എന്റെ ബാച്ചിന്റെ സ്ട്രെങ്ത് വെറും 15 ആയിരുന്നു, 15 സീറ്റുകളുള്ളായിരുന്നു. പക്ഷെ കറന്റ് ഉള്ള ബാച്ചിൽ 28 എന്തോ ആയിട്ടുണ്ട്, 1-2 വർഷം മുമ്പ് തന്നെ സീറ്റുകളുടെ എണ്ണം. സോ ഈ സീറ്റുകളുടെ എണ്ണം ഓരോ വർഷവും കൂടും. ഇത് റീസെന്റ് ഐ തിങ്ക് ഇത് ലാസ്റ്റ് ഇയറിലെ നമ്പറാണ്. ഓക്കെ, ദെൻ ഏറ്റവും പ്ലേസ്മെന്റ്സിന്റെ ഡീറ്റെയിൽസിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും IIT ഗുവാഹട്ടിയിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്
നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ലെവലിൽ ഒരു BSc മാത്സ് സ്റ്റുഡൻറ്റിന് എടുക്കാൻ പറ്റുന്ന പ്ലേസ്മെന്റ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഇത്. മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, അതും IIT ഗുവാഹട്ടിയുടെ 30 സീറ്റാണ് ഉള്ളത്. ഓക്കെ, ദെൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് നിങ്ങൾക്ക് IIT ഹൈദരാബാദിലും IIT ധൻബാദിലും IIT ഭിലായിലും പഠിക്കാൻ പറ്റും. ഇവിടെ എല്ലാം 30, 55, 20 സീറ്റുകളല്ലേ. സോ ഇൻ ടോട്ടൽ എല്ലാം കമ്പൈൻ ചെയ്താൽ ഒരു 135 സീറ്റുകൾ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിന് ഈ 4 IITസിൽ മാത്രമായിട്ടുണ്ട്. ഈ 135 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് നമ്പർ. ടോട്ടൽ ജാം എക്സാം വെച്ചിട്ട് ഒരു 700 സീറ്റുകളാണ് ഉണ്ടാവുക. അതിൽ 135 സീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീസന്റ് നമ്പർ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന സിംഗിൾ കോഴ്സിനെ സംബന്ധിച്ച്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു IIT ഗുവാഹട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ദെൻ അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫും റിലേറ്റീവ്ലി ഹയർ ആയിരിക്കും. സോ ജാം എക്സാമിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗുകളിൽ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ എത്രയാണ് അതിന്റെ കട്ട് ഓഫ് ഓരോ കോളേജിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത സെഷനിൽ പറയും. സോ 22nd നമ്മുടെ സെഷൻ ജാം എക്സാമിനെ കുറിച്ചും CUT എക്സാംസിനെ കുറിച്ചും, ബേസിക്കലി എക്സാംസിന്റെ ഡീറ്റെയിൽസും അതിന്റെ കട്ട് ഓഫും ഓപ്ഷൻസിനെ പറ്റിയെല്ലാം ഉള്ളതാണ്. സോ അതിന്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ ജസ്റ്റ് സീറ്റുകളുടെ എണ്ണം പറഞ്ഞു നമുക്ക്. അതല്ലാതെ IIT ജോധ്പൂരിലാണ് മാത്തമാറ്റിക്സിലും ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസിലും കൂടെ നിങ്ങൾക്ക് ഡുവൽ ഡിഗ്രി, 2 ഡിഫറെന്റ് മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്ന രൂപത്തിൽ, അതാണ് ഡുവൽ ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഒരു ഡുവൽ ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഇത് 2 ഇയർ കോഴ്സ് അല്ല, 3 ഇയർ കോഴ്സാണ്. 2 മാസ്റ്റേഴ്സ് കിട്ടുന്ന രൂപത്തിൽ ഒരു MSCയും ഒരു MTechഉം നിങ്ങൾക്ക് കിട്ടും ഇൻ 3 ഇയേഴ്സ്. ഓക്കെ, ദെൻ IIT മണ്ടിയിൽ അപ്ലൈഡ് മാത്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്, അതും വളരെ ഫേമസ് ആണ്. ദെൻ IIT തിരുപ്പതിയിലെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. IIT തിരുപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. സോ കേരളത്തിൽ നിന്ന് അത്യാവശ്യം ക്ലോസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാമാണ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് മാത്സുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ജോബിനെ നിങ്ങൾ എനേബിൾ ചെയ്യുന്ന കോഴ്സുകളും അവരുടെ സീറ്റുകളുടെ എണ്ണം. ഈ സീറ്റുകളുടെ എണ്ണം ടോട്ടൽ 182 ആണ്. ആൻഡ് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് അത്ര അൺബിലീവബിളി ഡിഫിക്കൽട്ട് ഒന്നുമല്ല ഈ ഒരു സീറ്റുകൾ കരസ്ഥമാക്കാറുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് നന്നായിട്ട് മെനക്കിടേണ്ടി വരും. ജാം എക്സാം നല്ല റാങ്കോടുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് 182 എന്നത് ലൈക്ക് നിങ്ങൾ ടോപ്പ് 182 റാങ്കിനകത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, MSc മാത്സിനാണ് ഒരുപാട് പേര് പോവുക, കുറച്ച് പേര് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എടുക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ഫൈനലി ആണ് നിങ്ങളുടെ കട്ട് ഓഫ് ഏത് റാങ്ക് വരെ എന്നുള്ളതെല്ലാം വരിക. ഓക്കെ, സോ കട്ട് ഓഫ് റാങ്കിനെ കുറിച്ചെല്ലാം നമുക്ക് അടുത്തൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതല്ലാതെ ജാം എക്സാം വഴിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള CUET PG എക്സാം വഴിയും നിങ്ങൾക്ക് ഒരുപാട് അപ്ലൈഡ് കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ CUET എക്സാമിന്റെ ഡീറ്റെയിൽസിലോട്ടെല്ലാം നമുക്ക് പിന്നീട് വരാം. ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ട് കോമൺ ആയിട്ടുള്ള എക്സാം ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി അപ്ലൈഡ് ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 സ്ഥലങ്ങളിൽ നിന്നും സ്വിച്ച് ചെയ്യാം. 2 സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് മാത്തമാറ്റിക്സ് സിലബസ് വരുന്ന തരത്തിലുള്ള ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പൊ CUT കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ CUT ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് അങ്ങനെ ഒരു എക്സാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ CUTന്റെ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഒരു മേജർ ചലഞ്ച്, ആ എക്സാമിലെ മേജർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു BSc മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടിക്ക് അത്രയും CS-ന്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ടായിക്കോണം എന്നില്ല. സോ ഞാൻ ഈ സെഷനിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് മാത്സിന്റെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സാമുകൾ എഴുതിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക്, അതായത് മാത്സ് അല്ലാത്ത അപ്ലൈഡ് കോഴ്സുകൾക്ക് ഏതൊക്കെ ജോയിൻ ചെയ്യാം. സോ നിങ്ങൾ ഒരു കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സ് മാത്രമേ അറിയൂ. നിങ്ങൾ മാത്സിന്റെ എക്സാം എഴുതിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ബട്ട് അവിടെ എത്തിയതിനു ശേഷം നിങ്ങളുടെ കോഴ്സ് പ്യൂർ മാത്സ് മാത്രമായിരിക്കില്ല, മറ്റു സബ്ജക്റ്റുകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ വെച്ചിട്ട് മറ്റു സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കണം. ഓക്കെ, ആ രൂപത്തിലുള്ള കോഴ്സുകളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് പോകുന്ന ഡയറക്ഷനിലോട്ടല്ല നമുക്കും പോകാം. ബട്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം CUET PG ക്ലിയർ ചെയ്യണം എന്നേ. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഗേറ്റ് എഴുതാൻ കുറച്ചുകൂടെ ഇഷ്യൂസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് മാത്സിന്റെ ഡിഗ്രി വെച്ച് എഴുതാൻ പറ്റില്ല. ബട്ട് വേറെയും പല എക്സാംസ് ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടേതായ എക്സാംസ് നടത്തിയിട്ട് കമ്പ്യൂട്ടർ സയൻസിലോട്ട് അഡ്മിഷൻ എടുക്കാറുണ്ട്. ബട്ട് അവിടെ ഇഷ്യൂ വരിക നിങ്ങൾക്ക് പ്രോപ്പർ കമ്പ്യൂട്ടർ സയൻസ് നല്ല ലെവലിൽ അറിയാം. സോ അത് യൂഷ്വലി BSc അല്ലെങ്കിൽ MSc മാത്സ് എന്ന സ്റ്റുഡൻസിന് പോസിബിൾ അല്ല, അറിയാറില്ല. എന്നതുകൊണ്ട് ഞാൻ മാത്സിന്റെ സ്കില്ല് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉള്ള കോഴ്സുകളാണ് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മുടെ കേരളത്തിലെ കുസാറ്റ്, ഒരുപാട് പേര് MSc മാത്സ് പ്രിഫർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിലെ കുസാറ്റ്. സോ കുസാറ്റില് ഒരു എക്കണോമെട്രിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ടെക്നോളജിയിലുള്ള ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ അഡ്മിഷൻ CUET PG വഴി തന്നെയാണ്. ഓക്കെ, സോ ഇത് വളരെ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ
വളരെ ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു ഫീൽഡാണ്. ലൈക്ക് ബേസിക്കലി ഇത് ഡാറ്റാ സയൻസ് നമ്മൾ എക്കണോമിക്സിലോട്ട് അപ്ലൈ ചെയ്യുക എന്നതാണ് ബേസിക്കലി ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരുപാട് ജോബുകൾ ഫൈനാൻസ് സെക്ടറിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഫൈനാൻസ് സെക്ടറിൽ ഒരു ജോബ് എന്ന് പറയുന്നത് എന്താണെന്ന് മേ ബി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്കും കഴിയുന്നില്ലായിരുന്നു, എനിക്കും കഴിയില്ലായിരുന്നു. ബട്ട് ഞാൻ IIT പോയതിനു ശേഷമാണ് എത്രത്തോളം ഫൈനാൻസ് സെക്ടറിൽ ജോബുകൾ ഉണ്ട് എന്ന് കാണുന്നത്. അതായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ നമ്മൾ അവിടെ വിചാരിക്കുക കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സ് കമ്പനികൾ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കമ്പനികൾ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കമ്പനികളായിരിക്കും കൂടുതൽ IITസിലൊക്കെ വന്ന് ഹയർ ചെയ്യുക എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ സാലറി എല്ലാം കൊടുത്ത് ഒരുപാട് പേരെയും പലപ്പോഴും ഹയർ ചെയ്യുന്നത് ഈ കോർ എഞ്ചിനീയറിംഗ് കമ്പനികളല്ല. എഞ്ചിനീയേഴ്സിനെ തന്നെ കൂടുതൽ ഹയർ ചെയ്യുന്നത് പലപ്പോഴും ഫൈനാൻസ് ഫേമുകളാണ്, ട്രേഡിംഗ് ഫേമുകളാണ്, കൺസൾട്ടിംഗ് ഫേമുകളാണ്. അപ്പോൾ അവിടെയെല്ലാം ഫൈനാൻസ് സെക്ടറിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾക്ക് നല്ലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റും കുസാറ്റിൽ നിന്ന്. അതിന് ഹൈലൈറ്റ് CUET PG ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്കണോമെട്രിക്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഇതല്ല. MSc ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ് ISI-ൽ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ മാത്സിന് സ്റ്റാറ്റിസ്റ്റിക്സിന് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആണ്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, അങ്ങോട്ടേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫൈനാൻസ് ഓൾറെഡി അറിയണം. അവിടുത്തെ എൻട്രി അത്ര ഈസി അല്ല. എന്നാൽ ജസ്റ്റ് CUET മാത്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കുസാറ്റിൽ ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതല്ലാതെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ് തമിഴ്നാടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് AIML സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാം, മാത്സിലെ ഡിഗ്രിയിലെ നോളജ് വെച്ചിട്ട്. അതല്ലാതെ ഡാറ്റാ സയൻസ് ആൻഡ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സൗത്ത് ബീഹാറിലെ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ പഠിക്കാം, മിസോറാം യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദെൻ BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇവിടെയെല്ലാം നിങ്ങൾക്ക് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് CUET എഴുതിയിട്ട് പഠിക്കാൻ പറ്റും. സോ IITസിൽ മാത്രമല്ല മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഉള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. ഓക്കെ, ദെൻ MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം പല പല കോളേജുകളുടെ CUET PG ക്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ IITs ഒരു ലെവലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അടുത്തൊരു ലെവലാണ്. ഈ രണ്ട് സെക്ഷനിൽ പോയാലും അവിടെ മാത്സ് നോളജ് യൂസ് ചെയ്യാം, നമുക്ക് ഈ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അതല്ലാതെ നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പേര് കേട്ട ഒരു സ്ഥാപനമാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. അതായത് ഇവിടേക്കും അഡ്മിഷൻ നടക്കുന്നത് മെയിൻ ആയിട്ട് CUET PGയിലെ മാത്സ് പേപ്പറിന്റെ സ്കോർ വെച്ചിട്ടാണ്. അതല്ലാതെ അവരുടെ സെപ്പറേറ്റ് എക്സാം. ഇവിടെ ഒരുപാട് MSc കോഴ്സുകളുണ്ട് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അതായത് AI-യിലും സൈബർ സെക്യൂരിറ്റിയിലും ഡാറ്റ അനലിറ്റിക്സിലും എല്ലാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളുണ്ട്. ദെൻ ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസസ് എന്ന് പറഞ്ഞ കോഴ്സ്, ദെൻ ബയോ AI-യിലും ജിയോ ഇൻഫോർമാറ്റിക്സിലും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഡാറ്റ സയൻസിൽ തന്നെയുള്ള MSc-കളുണ്ട്. സോ പണ്ട് കുറച്ചു കാലം മുമ്പ്, ലൈക്ക് ഒരു 2 ഇയർ മുമ്പ് വളരെ നല്ല പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമുണ്ട്. ലൈക്ക് 100% പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ റീസെന്റ് റിവ്യൂസ് നോക്കിയാൽ അത്ര നല്ലതല്ല. ഇത് നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഏതൊരു സ്ഥാപനത്തിലും എവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ജനറൽ ട്രെൻഡാണ്. 2021-22 വരെയൊക്കെ എല്ലാവർക്കും നല്ല പ്ലേസ്മെന്റ്സ്, എല്ലായിടത്തും ജോലിയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ലാസ്റ്റ് 2 ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലെയും പ്ലേസ്മെന്റ്സ് മോശമാണ്. അത് ഏത് സ്ഥാപനത്തിന്റെയും ഏത് ഡിഗ്രിയുടെയും പ്രശ്നമല്ല. ഈവൻ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് IIT ആയ IIT ബോംബെയിൽ, ഇനി അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ്. അവിടുത്തെ പ്ലേസ്മെന്റ്സ് വരെ റിലേറ്റീവ്ലി മോശമാണ് സാധാരണ ഇയറുകളുമായിട്ട് കമ്പയർ ചെയ്യും. സോ അത് ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഗ്ലോബൽ എക്കണോമിക്സിൽ സംഭവിച്ചിട്ടുള്ള ചില ഇഷ്യൂസ് ആണ്. അത് കാരണം ജോബുകൾ ജനറലി അവൈലബിലിറ്റി കുറവാണ്, സാലറികൾ കാര്യങ്ങൾ കുറവാണ്. ഇതെല്ലാം എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ ഓഫ് കോഴ്സ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ ഈ കോഴ്സുകളുടെയും പ്ലേസ്മെന്റ്സ് അതിനനുസരിച്ച് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് അഫക്റ്റഡ് ആയെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ആക്ച്വലി 100% പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാലം കണ്ടിട്ടാണ് ഒരുപാട് പേര് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് റീസെന്റ് ഇയേഴ്സിൽ ഈവൻ ചില ഇയറിൽ 20-30% ഇതുവരെ പ്ലേസ്ഡ് ആയിട്ടുള്ളൂ എന്ന രൂപത്തിലാണ് അറിയാൻ കഴിയുന്നത്. സോ ഇതൊരു നല്ല സ്ഥാപനം ആണ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നല്ല അപ്ലൈഡ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ 100% പ്ലേസ്മെന്റ് എന്നുള്ളത് നമുക്ക് നേരെ ബിലീവ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. നിങ്ങൾ ഏതൊരു കോളേജ് ഏതൊരു കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുമ്പോഴും അതിനു മുമ്പായിട്ട് ആ കോളേജ് പഠിച്ച് ആ കോഴ്സ് ചെയ്ത ആരുടെങ്കിലും ചോദിച്ച് അതിന്റെ
ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈവൻ ഒരു ടോപ്പ് കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒരു അത്ര പേര് കേട്ട് അല്ലാത്തൊരു കോളേജിൽ ജോയിൻ ചെയ്യണം, എവിടെ ചെയ്യുകയാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നല്ല ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം 100% പ്ലേസ്മെന്റ് എന്ന് വിചാരിച്ച് മാത്രം അവിടെ പോകരുത്. അത് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല. ഓക്കെ, കുറച്ചു കാലം മുമ്പ് അങ്ങനെയായിരുന്നു, ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയും ഇഷ്യൂസ് കുറച്ച് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ മാത്സ് നോളജ് യൂസ് ചെയ്ത് ടെക്കിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ. ഓക്കെ, കേരളത്തിന് പുറത്ത് പോകാൻ പറ്റുമെങ്കിൽ വേറെയും ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് കേരളത്തിനകത്തുള്ള ഒരു ഓപ്ഷൻ CUET വെച്ചിട്ട് ഉള്ളത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണ്. ഓക്കെ, നൗ നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നും ഒരു ടെക് ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് മസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും. ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് മാത്സ് ആണ്, തിയററ്റിക്കൽ ആയിട്ട് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അവിടെ നിന്ന് നിങ്ങൾ അപ്ലൈഡ് ഫീൽഡിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. നിങ്ങൾക്ക് കോഡിങ് അറിയാന്നുള്ളത് മസ്റ്റ് ആണ്. നിങ്ങൾ കോഡിങ് ഏതെങ്കിലും ഒരു സമയത്ത് പഠിച്ചേ പറ്റും. അതുപോലെ നിങ്ങൾ ഇവഞ്ച്വലി ഒരു CS റിലേറ്റഡ് ജോബ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് റിലേറ്റഡ് ജോബ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റാ സയൻസ് നല്ലപോലെ അറിയുക എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളൊരു മാസ്റ്റേഴ്സ് ലെവൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഠിച്ചെടുക്കാം. നിങ്ങളുടെ BSc മാത്സിന്റെ കൂടെ പാരലായിട്ട് നിങ്ങൾ കുറച്ച് കോഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ നേരത്തെ തുടങ്ങാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി BSc കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാനായി നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അതിന് സമയമില്ല, നിങ്ങൾ ഇതുവരെ മാത്സ് പഠിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇനി ഒരു ഡാറ്റാ സയൻസിന്റെ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും. സോ എന്തായാലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഈ അപ്ലൈഡ് ഏരിയാസ് കുറേയൊക്കെ നമ്മൾ സ്വയം തന്നെ പഠിക്കേണ്ടി വരും. ഓഫ് കോഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തരും. പക്ഷെ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റും മാസ്റ്റേഴ്സ് ലെവൽ എത്തുമ്പോഴേക്ക് പഠിപ്പിച്ചു തരിക എന്നതിനേക്കാൾ നമ്മുടെ എഫേർട്ട്, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫൈനലി സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. ലൈക്ക് ലെക്ചറിങ് ക്ലാസ്സുകൾ എല്ലാം ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും എവിടെയായാലും. അത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ജോബുകളുള്ള ഈ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒന്നെങ്കിൽ നിങ്ങൾ BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പാരലായിട്ട് ടെക് സൈഡ് പഠിച്ചു തുടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്ത ശേഷം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എന്തായാലും ആ ട്രാൻസിഷൻ, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് മാറുന്ന സമയം വളരെ ഈസി ആയിരിക്കില്ല. ആ സമയത്ത് നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ സമയം എടുത്ത് പഠിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അവിടെ പഠിച്ചു വരാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. ആൻഡ് സബ്ജക്റ്റ് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അവിടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനും എഫേർട്ട് ഇടാനും റെഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ടെക് ഫീൽഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഇനി ഈ ഒരു ജോബ് സെക്ടറിന്റെ പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ MSc മാത്സ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ പോകുന്ന രണ്ട് ഫീൽഡാണ്, ലൈക്ക് ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച്, അല്ലെങ്കിൽ രണ്ടും കമ്പൈൻഡ് ആയിട്ട്. ഇപ്പോൾ റിസർച്ചിലായാലും ടീച്ചിങ്ങിലായാലും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബ് ഒരുവിധം എല്ലാം മോണോട്ടോണിക് ആണ്. നമ്മുടെ ജോബിൽ ഒരുപാട് വലിയ ചേഞ്ചുകളും നമ്മൾ ജോബിൽ നിന്നും ഔട്ട് ആവാനുള്ള സാധ്യതയും കാര്യങ്ങളെല്ലാം റിലേറ്റീവ്ലി കുറവാണ്. യൂഷ്വലി നമ്മൾ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ, അതല്ല ഈവൻ പ്രൈവറ്റ് കോളേജുകളാണെങ്കിലും. നമ്മൾ കോച്ചിങ് ഫീൽഡിലാണെങ്കിൽ സിറ്റുവേഷൻ കുറച്ച് മാറും. അവിടെ കുറച്ച് അഗെയിൻ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആണ് എല്ലാം. ബട്ട് അല്ലാത്ത യൂഷ്വലി കൂടുതൽ ആൾക്കാരും പോകുന്ന ഫീൽഡിൽ ജോബ് കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആണ്. അതേസമയം ടെക് ഫീൽഡിൽ വരുമ്പോൾ ഇത് എഞ്ചിനീയേഴ്സിന്റെ ഏരിയ ആണ്. നമ്മൾ മാത്തമാറ്റിക്സ് ഇനീഷ്യലി പഠിച്ച ആൾക്കാർ കുറച്ച് ടെക് കൂടെ സൈഡ് സെപ്പറേറ്റ് പഠിച്ച് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരികയാണ്. സോ നമ്മുടെ കേസായാലും എഞ്ചിനീയേഴ്സിന്റെ കേസായാലും ആരുടെ കേസായാലും ഇതൊരു പ്രൈവറ്റ് സെക്ടർ ജോബാണ്. ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അവിടെ നിങ്ങൾ എപ്പോഴും ഇൻഡസ്ട്രി ട്രെൻഡുകളുമായിട്ട് കറന്റ് എന്താണോ നടക്കുന്നത് അതുമായിട്ട് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾ ഏതൊരു സമയത്തും പഠിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ ഇതൊരു ലൈഫ് ലോങ് പഠനം, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ വർക്കിന്റെ ഒരു പാർട്ടായിരിക്കും പഠനം. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് ഇവിടെ നിങ്ങൾക്ക് എഫേർട്ട് ഈ ഒരു സെക്ടറിൽ ഇൻ ജനറൽ ജോബിന് കൂടുതലായിരിക്കും. എഫേർട്ട് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളൊരു ടെക് ജോബിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ പോസിറ്റീവ്സ് കൂടെ കണ്ടിട്ടാണ്. എന്താ പോസിറ്റീവ്സ്? മച്ച് ബെറ്റർ പേ. ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടർ ടീച്ചിങ് ഡിഫറെന്റ് ആണ് കോച്ചിങ് ഫീൽഡ്. ബട്ട് കോച്ചിങ് ഫീൽഡ് അല്ലാത്ത ടീച്ചിങ് ഓർ റിസർച്ചും ദെൻ ഒരു ടെക് ജോബും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാലറി നിങ്ങൾക്ക് ടെക് ഫീൽഡിൽ ഇൻ ജനറൽ ഹയർ ആയിരിക്കും. അവിടെ നിങ്ങൾ ഗ്രോത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ടെക് ഫീൽഡിൽ കാണാൻ പറ്റും. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ പോയിട്ട്.
ആൻഡ് മച്ച് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ സാലറി ഗ്രോ ചെയ്യുന്നതും നമ്മുടെ പൊസിഷൻസ് ബെറ്റർ ആവുന്നതും കാണാൻ പറ്റും. നിങ്ങൾ അക്കാഡമിയിൽ പോവുകയാണെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കുന്ന സ്ലോ പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് നല്ല പോലെ ഒരുപാട് ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്, റിലേറ്റീവ്ലി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സെക്ടർ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ചലഞ്ചസ് കൂടുതലാണ്. സോ നിങ്ങൾ ആ ചലഞ്ചസ് നേരിടാൻ എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, ദെൻ ദിസ് ഇസ് ദ ഫീൽഡ് ഫോർ യു. സോ മാത്സിൽ നിന്ന് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ആ ഡിഫിക്കൽട്ടീസും അതിനപ്പുറത്തേക്കും റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് നമ്മൾ അപ്സ്കില്ല് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഈ ഫീൽഡ് നിങ്ങൾക്ക് ആപ്റ്റ് ആണ്. അതല്ലെങ്കിൽ മേ ബി നോ. ഓക്കെ, സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ റെഡി ആണെങ്കിൽ കം ടു ദിസ് ഫീൽഡ്. ഇൻ ജനറൽ, ജസ്റ്റ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറയും, നിങ്ങൾക്ക് സാലറിയും പെർക്കുകളും ബെനിഫിറ്റുകളും ഒരുപാടുള്ള ഒരു ജോബ് കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി അവിടെ വർക്ക് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, ജോയിൻ ചെയ്യുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, മേ ബി 2 സിറ്റുവേഷനിലും നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാതെ കുറച്ച് പഠിച്ച് സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല സാലറിയും കിട്ടുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഒരു ജോബ് ഈ ലോകത്ത് ഇല്ല. എവിടെയായാലും നമുക്ക് നല്ല ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ എത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നു അത്രയും വർക്ക് ചെയ്യാൻ കൂടെ നിങ്ങൾ റെഡി ആവുക എന്നുള്ളത് മസ്റ്റാണ്. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. ഓക്കെ, സോ അത് ഇവിടെയും അപ്ലിക്കബിൾ ആണെന്ന് മാത്രം. ഒരിക്കലും ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യല്ല ഈ ഒരു പാത്തിലോട്ട് പോകാൻ, ബട്ട് ഈ പാത്തിലോട്ട് പോകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സിന്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം. ഓക്കെ, ആൻഡ് ഒരുപാട് പേര് അത് ചെയ്യുന്ന കാര്യമാണ്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ, ഞാൻ IIT ബോംബെ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ 15 പേരാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അതില് 12 പേരും ആക്ച്വലി ഇപ്പൊ ടെക് ഫീൽഡിലോട്ട് ഓൾമോസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എല്ലാവരും IIT ബോംബെയിൽ നിന്നും പ്ലേസ്മെന്റ്സ് എടുത്ത് 12 പേരും നേരെ ടെക് ഫീൽഡിലോട്ട് മാറുക ചെയ്തത്. ഞാൻ ടീച്ചിങ് ഇൻട്രസ്റ്റുള്ള ഒരാളായതുകൊണ്ട് ഞാൻ വീണ്ടും മാസ്റ്റേഴ്സിന് പോയി ഇപ്പൊ ടീച്ചിങ് ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിൽ MTech ചെയ്യാൻ പോയി, കമ്പ്യൂട്ടർ സയൻസ് തിയററ്റിക്കൽ ലെവലിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഒരാൾ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ MBA ചെയ്യാൻ പോയി. അതല്ലാതെ ബാക്കി 12 പേരും ഇപ്പൊ ടെക് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരെല്ലാം ഫൈനൽ ഇയർ BS മാത്സിന്റെ ഫൈനൽ ഇയറിൽ നല്ല പോലെ എഫേർട്ട് എടുത്ത് ടെക് പഠിച്ച് പോയ ആൾക്കാരാണ്. സോ ഇത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. MSc മാത്സ് പഠിച്ചിട്ടും പല കുട്ടികളും ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ അറിവില് കുറച്ച് പേരുണ്ട്, ഒരു 4-5 പേരുണ്ട് IIT ബോംബെയിൽ നിന്നും ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ടെക് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പണ്ട് കാലങ്ങളിൽ ഈ നമ്പേഴ്സ് മച്ച് മോർ ഹയർ ആയിരുന്നു, ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് പോകാറുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി പോകാൻ പറ്റും, ബട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ കോഴ്സസിന്റെ കരിക്കുലം ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സോ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗിൽ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് അവരുടെ കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ചില ടോപ്പിക്സ് ആണ് ഡിസ്ക്രീറ്റ് മാത്സ്, ദെൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്ന് പറയുന്നത് DSA എന്ന് ഷോർട്ട് ആയിട്ട് പറയും. ഓൾമോസ്റ്റ് ഏത് ടെക് ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിൽ നിന്ന് എന്തെങ്കിലും. ദെൻ പ്രോഗ്രാമിംഗ് ഉണ്ടാവും, ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും, ന്യൂമറിക്കൽ ലീനിയർ ആൾജിബ്ര ഉണ്ടാവും. സോ ലീനിയർ ആൾജിബ്ര ഒക്കെ അബ്സ്ട്രാക്ട് ലെവലിലാണ് നമ്മൾ സാധാരണ MSc മാത്സിനെ പഠിക്കുക. സോ നിങ്ങൾ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സാധാ ലീനിയർ ആൾജിബ്ര പഠിക്കാനുണ്ടാവും, ദെൻ ന്യൂമറിക്കൽ ആൾജിബ്രയും പഠിക്കാനുണ്ടാവും, ന്യൂമറിക്കൽ അനാലിസിസ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിന്റെ എല്ലാം കൂടുതൽ അപ്ലൈഡ് സൈഡ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാം. ലൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അബ്സ്ട്രാക്ട്ലി സോൾവ് ചെയ്യല്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. സോ അതിന്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ലീനിയർ ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് കാൽക്കുലേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് ഒരു വലിയൊരു സിസ്റ്റം വെച്ച്. ബട്ട് ന്യൂമറിക്കൽ അനാലിസിസിലെ പല ടെക്നിക്സും യൂസ് ചെയ്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ അബ്സ്ട്രാക്റ്റിൽ നിന്നും അപ്രോക്സിമേഷനിലോട്ട് ഒരുപാട് സ്വിച്ച് ചെയ്യും നമ്മൾ അപ്ലൈഡ് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കുമ്പോൾ പഠിക്കുക. അതിനുള്ള കോളേജുകളാണ് IIT ഗുവാഹട്ടി, IIT ഹൈദരാബാദ്, IIT ധൻബാദ്, IIT പിലായി. ഇതാണ് ടോപ്പ് കോളേജുകൾ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കാൻ. ഓക്കെ, ഇതല്ലാതെ NITs ഉണ്ട്, NIT വാറങ്കൽ, അവിടെ ആക്ച്വലി അപ്ലൈഡ് മാത്സ് ആണ്. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി മേ ബി ഒരുപാട് പേർക്ക് കേൾക്കാൻ താല്പര്യം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ, ഈ ഓരോ കോളേജുകളുടെയും പ്ലേസ്മെന്റ്സ് എത്രത്തോളം ഉണ്ട്. IITസിലെ ഓരോ കോളേജിലെയും പ്ലേസ്മെന്റ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ അവസ്ഥ, എത്രത്തോളം ആൾക്കാർ പ്ലേസ്ഡ് ആവും, എത്രയൊക്കെയാണ് സാലറി. ലൈക്ക് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട് 3 കോടിയുടെ സാലറി കിട്ടി, 2 കോടിയുടെ പ്ലേസ്മെന്റ് കിട്ടി എന്നുള്ളതാണ്. അതെല്ലാം IITസിൽ നടക്കുന്ന കാര്യം തന്നെയാണ്, ബട്ട് IITയിൽ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല അത്. IITയിൽ ഒരു വർഷം ജോയിൻ ചെയ്യുന്നത് 1500 മുതൽ 2000 പേര് വരെ ആയിരിക്കും. അതിലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന പാക്കേജ് ആണ്. ഓക്കെ,
യൂഷ്വലി IITസിൽ ലൈക്ക് ഒരു 12 to 18 ലാക്ക് പെർ ആനം, അല്ലെങ്കിൽ 10 to 15 ലാക്ക് പെർ ആനം. അതായത് ഒരു വർഷം 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ എന്നുള്ള ലെവലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്ലേസ്മെന്റ്സ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ലൈക്ക് ഒരു മാസം 1 ലക്ഷത്തിന്റെ തൊട്ട് മുകളിൽ താഴേക്കായിട്ട് പ്ലേസ്മെന്റ്സ് കിട്ടുന്നത്. ഇതാണ് ഏറ്റവും കോമൺ. ഓക്കെ, ദെൻ 25 ലാക്ക് വരെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം 2 ലക്ഷം കിട്ടുന്ന വരെ ജോബുകൾ ഒരുപാട് പേർക്ക് കിട്ടാറുണ്ട്. അതിനപ്പുറത്തേക്കുള്ളത് ഡെഫിനറ്റ്ലി എക്സെപ്ഷനിലാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് കൂടുതൽ ബിടെക്കുകാർക്കാണ് കൂടുതൽ ഈ ലെവലിൽ കിട്ടാറുള്ളത്. മാസ്റ്റേഴ്സ് ലെവൽ ആകുമ്പോഴും ഈവൻ മാത്സ് ആകുമ്പോഴും നമ്പേഴ്സ് ചേഞ്ച് ചെയ്യും, കുറച്ചും കൂടെ ലോവർ സൈഡിലായിരിക്കും. MSc മാത്സ് ആകുന്ന സമയത്ത്. ബട്ട് അതേസമയം മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് ഇനി നമുക്ക് നമ്പേഴ്സ് നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ ഇത് IIT ഗുവാഹട്ടിയിലെ 2023-24 കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ കഴിഞ്ഞ 2 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുന്നോട്ട് ചില നമ്പേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലങ്ങളിലും പ്ലേസ്മെന്റ്സ് റിലേറ്റീവ്ലി മോശമായിട്ട് പോയ ഒരു വർഷമാണ് ലാസ്റ്റ് 2 ഇയേഴ്സ്. ബട്ട് IIT ഗുവാഹട്ടിയിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എക്സെപ്ഷണൽ നമ്പേഴ്സ് ആണ് അത് വെച്ച് നോക്കുമ്പോൾ പ്ലേസ്മെന്റ്സിൽ തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും കെമിസ്ട്രി ഫിസിക്സിലെല്ലാം 41-50% പ്ലേസ്മെന്റ് നടന്നത്. ബട്ട് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗിൽ 70% അടുത്ത് പ്ലേസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ 70% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ബാക്കി 30% ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുക എന്ന് വിചാരിക്കരുത്. IITസിലെ പ്ലേസ്മെന്റ്സിന്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലേസ്മെന്റ്സിനെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ പറയുന്നത്. ബട്ട് ഈ പ്ലേസ്മെന്റ്സിനെ രജിസ്റ്റർ ചെയ്യുന്ന പല കുട്ടികളും ജസ്റ്റ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടായിരിക്കും പലപ്പോഴും പ്ലേസ്മെന്റ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓൾറെഡി മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അതിന് മുമ്പേ പ്ലേസ്മെന്റ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്ലേസ്മെന്റ്സിന്റെ രജിസ്ട്രേഷൻ കുറച്ചുകൂടെ മുമ്പാണ് സംഭവിക്കുക. പിന്നെ മാസ്റ്റേഴ്സ് എനിക്ക് താല്പര്യമുള്ള അത്രയും നല്ല സ്ഥാപനങ്ങൾ അഥവാ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന രൂപത്തിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലേസ്മെന്റ്സിനും കൂടെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ എപ്പോഴും IITസിൽ യൂഷ്വലി ഒരുവിധം എല്ലാവരും പ്ലേസ്മെന്റ്സിന് രജിസ്റ്റർ ചെയ്യും. പക്ഷെ ഒരുപാട് പേര് ഓൾറെഡി അബ്രോഡ് PhD എല്ലാം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. PhD പോകാനായിരിക്കും പ്ലാൻ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പോകാനായിരിക്കും എന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും. സ്റ്റിൽ പ്ലേസ്മെന്റ്സിന് വെറുതെ എന്താ കിട്ടുക എന്ന് നോക്കാൻ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒരു ബാക്കപ്പ് ഓപ്ഷൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് നോക്കും. അപ്പൊ 70% രജിസ്ട്രേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മേ ബി അതിലൊരു 20% സീരിയസ്ലി പ്ലേസ്മെന്റ്സ് എടുത്തവരാകണം എന്നില്ല. ഓക്കെ, എന്നില്ല. ലൈക്ക് ഐ എം നോട്ട് സെയിങ് എല്ലാവരും അങ്ങനെയാണ്. ലൈക്ക് പ്ലേസ്മെന്റ്സ് ആഗ്രഹിച്ചിട്ട് പ്ലേസ്മെന്റ്സ് കിട്ടാത്ത ആൾക്കാരുണ്ട്. IITസിൽ ആഗ്രഹിച്ച എല്ലാവർക്കും പ്ലേസ്മെന്റ്സ് കിട്ടിയിട്ടല്ല പോവാം. ബട്ട് സ്റ്റിൽ വളരെ നല്ല നമ്പർ ആൾക്കാർക്കും മിക്ക ആൾക്കാർക്കും പ്ലേസ്മെന്റ്സ് കിട്ടാറുണ്ട്. യൂഷ്വൽ ഇയേഴ്സിൽ ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ആണ്. ഇത് റിലേറ്റീവ്ലി പ്ലേസ്മെന്റ്സ് എല്ലാം മോശമായിട്ടുള്ള വർഷങ്ങളുടെ കണക്ക്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം, ഒരുപാട് പേർക്ക് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് അല്ലാതെ എക്സ്റ്റേണലി ജോബ് ഓഫേഴ്സ് കിട്ടാറുണ്ട്. സോ ഈവൻ എൻ്റെ കേസിലും ഞാൻ BS കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ലിമിറ്റഡ് ആയിട്ടുള്ള 3-4 EdTech കമ്പനികൾ വന്നതിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മറ്റു കമ്പനികൾക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പ്ലേസ്മെന്റ്സിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ബട്ട് ജസ്റ്റ് ഒരു ബാക്ക് ഓപ്ഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട്. ബട്ട് എനിക്ക് പുറത്ത് നിന്ന് ഒരു ജോബ് ഓഫർ, ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ഫുൾ ടൈം ജോബിനുള്ള ഓപ്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും ഒരിക്കലും ഈ നമ്പേഴ്സിൽ റിഫ്ലക്റ്റ് ആവില്ല. പല ആൾക്കാർക്കും നല്ല സ്ഥാപനങ്ങളിൽ തന്നെ, വളരെ റിനോൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ജോബുകൾ എക്സ്റ്റേണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഈ നമ്പേഴ്സ് വരില്ല. ഇത് ഒഫീഷ്യൽ കോളേജ് നടത്തുന്ന പ്ലേസ്മെന്റ്സിന്റെ നമ്പേഴ്സാണ്. സോ കുറച്ച് ആൾക്കാർ ഇതല്ലാതെയും പല സ്ഥലങ്ങളിലും ഹയർ സ്റ്റഡീസിന് പോയവരും ഉണ്ടാവും, ജോബിന് പോയവരും ഉണ്ടാവും. ഓക്കെ, സോ ഈ നമ്പേഴ്സ് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ലൈക്ക് അതിന്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും സിമ്പിൾ സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ് നമ്പറാണ്, റിലേറ്റീവ്ലി വേഴ്സ് നമ്പറാണ് ഇവർ കാണിക്കുന്നത്. അതിന് മച്ച് ബെറ്റർ ആയിരിക്കും ആക്ച്വൽ സിറ്റുവേഷൻ. ഓക്കെ, സോ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് 70% ഒക്കെ കഴിഞ്ഞ വർഷം പ്ലേസ്മെന്റ്സ് നടന്നു. ദെൻ സാലറിയുടെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ലൈക്ക് ആവറേജ് CTC എന്ന് പറയുന്നത് 13 ലക്ഷത്തിന്റെ അടുത്താണ് വന്നത്. അതായത് ഒരു മാസം 1 ലക്ഷത്തിന് മുകളിൽ. ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു മാസം 1 ലക്ഷത്തിന് മുകളിൽ കിട്ടുക, സ്റ്റാർട്ടിംഗ് ലെവലിൽ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ ഡ്രീം സിറ്റുവേഷൻ. ലൈക്ക് വളരെ നല്ല സിറ്റുവേഷൻ ആണത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച്. നിങ്ങൾക്ക് ഫിസിക്സിലെയും കെമിസ്ട്രിയിലൊക്കെ എമൗണ്ട് കമ്പയർ ചെയ്യാം, മച്ച് ലെസർ ആണ്. ഓക്കെ, 8 ലക്ഷമാണ് ഇവിടെ, അത് 13 ലക്ഷത്തിന് അടുത്താണ്. സോ എത്രയോ ബെറ്റർ നമ്പേഴ്സ് ആണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിച്ച ആൾക്കാരെ സംബന്ധിച്ച്. ഇതാണ് ഇന്ത്യയിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം. ലൈക്ക് ജാം എക്സാം വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന എന്റെ അറിവിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം ഇതാണ്. ഏറ്റവും നല്ല പ്ലേസ്മെന്റ് നമ്പേഴ്സ് ഉണ്ടാവാറ് ഇവിടെയാണ്. അപ്പൊ ഇത് 2023-24 മാത്രമായിരുന്നു. അതിന് മുമ്പുള്ള വർഷങ്ങളിലെ പ്ലേസ്മെന്റ് നമ്പേഴ്സ് നിങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് 2 ഇയേഴ്സ് പ്ലേസ്മെന്റ്സ് എല്ലായിടത്തും മോശമാണ്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം ഒരു 13 ലക്ഷത്തിന്റെ അറൗണ്ട് ആണ് ആവറേജ് CTC ഉള്ള, ഒരു മാസം 1 ലക്ഷത്തിന്റെ അറൗണ്ട്. എന്നാൽ അതിന് മുമ്പത്തെ 2 ഇയേഴ്സ് നോക്കാം. ഇവിടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 16 ലക്ഷം 23 ലക്ഷം ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ മാസം 2 ലക്ഷം 1.5 ലക്ഷം ലെവലിലാണ് ആവറേജ്. ആ ക്ലാസ്സിലെ ടോപ്പ് ഏറ്റവും നല്ല പ്ലേസ്മെന്റ്സിന്റെ കാര്യം അല്ല ഈ പറയുന്നത്, ആവറേജ് ആണ്. ഓക്കെ, സോ അത്രയും നല്ല നമ്പേഴ്സ് ആണ് പ്ലേസ്മെന്റ്സ് IIT ഗുവാഹട്ടിയിലെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്.
സോ ഇതാണ് ബെസ്റ്റ് കോഴ്സ്. ഇതിന് വേണ്ടത് ജാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നതാണ്. ഇനി IIT ഗുവാഹട്ടി അല്ലാതെ IIT ധൻബാദിലെ പ്ലേസ്മെന്റ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക് ഇവിടെ കാണാം 2023-24 വർഷത്തിലെ. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിലെ നമ്പേഴ്സ്. ഓക്കെ, 53 കമ്പനീസ് ആണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങുകാർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഓപ്പൺ ഫോർ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വരുന്ന സമയത്ത് അവർ ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിനെല്ലാം അപ്ലൈ ചെയ്യാമെന്ന് പറയും. സോ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് നോക്കിയാൽ കാണാൻ പറ്റും 53 ഡിഫറെന്റ് കമ്പനികൾ ഞങ്ങൾ ജോബ് തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അവർ അപ്ലൈ ചെയ്യാൻ അനുവദിച്ചിടും. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ മറ്റു ചില സബ്ജക്റ്റുകളിലെ ഇവിടെ MBA ഓപ്പറേഷൻസ്, അതിനെല്ലാം വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ നമ്മുടെ ജോബുകൾ ഇവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് കൺസിഡർ ചെയ്ത് ഇവരെയും കൂടെ അപ്ലൈ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ബട്ട് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗിന് ഒരുപാട് കമ്പനികൾ അപ്ലൈ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ആൻഡ് പ്ലേസ്മെന്റ്സിന്റെ പെർസെന്റേജ് നോക്കുക, 72% പ്ലേസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. പല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണിത്. ഹയസ്റ്റ് നമ്പർ അല്ല, ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഹയസ്റ്റ്, ദെൻ ഡാറ്റ അനലിറ്റിക്സിനും അതുപോലെ ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആക്ച്വലി സർപ്രൈസിംഗ്ലി കുറവാണ്. യൂഷ്വലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു ബ്രാഞ്ചാണ്. അതിനേക്കാളൊക്കെ ബെറ്റർ അല്ലെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ്സ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിന് IIT ധൻബാദിലും കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം പ്ലേസ്മെന്റ്സിന് നല്ലതായിട്ടുള്ള ഒരു കോഴ്സാണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. ഓക്കെ, മറ്റൊരു ഓപ്ഷനാണ് അപ്ലൈഡ് മാത്സ്. സോ അപ്ലൈഡ് മാത്സിൽ കരിക്കുലത്തിൽ വരിക സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ലീനിയർ അൽജിബ്ര, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാമിംഗ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് അവരുടെ കരിക്കുലത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്ലൈഡ് മാത്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഇന്ത്യയിൽ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു IIT മാണ്ഡ്യയാണ്. ഓക്കെ, അതല്ലാതെ IIT ഭിലായിൽ മുമ്പ് ഒരു അപ്ലൈഡ് മാത്സിന്റെ കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അപ്ലൈഡ് മാത്സ് എന്ന കോഴ്സ് അവർ പേര് മാറ്റി, മേ ബി കരിക്കുലം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടാവും. അത് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ അപ്ലൈഡ് മാത്സിന്റെ പ്ലേസ്മെന്റ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി IIT മാണ്ഡ്യയിൽ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിന്റെ പ്ലേസ്മെന്റ് നമ്പേഴ്സ് പബ്ലിക്കലി അവൈലബിൾ അല്ല, ഞാൻ തെരഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ IIT ഭിലായിൽ മുമ്പ് MSc അപ്ലൈഡ് മാത്സ് ആയിരുന്നു. കറന്റ് അതിന്റെ പേര് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്, അപ്ലൈഡ് മാത്സ് അല്ല. ബട്ട് സ്റ്റിൽ മുമ്പ് അത് അപ്ലൈഡ് മാത്സ് എന്ന പേരിൽ തന്നെയാണ് ഡിഗ്രി ഉണ്ടായിരുന്നത്. ആ സമയത്തുള്ള പ്ലേസ്മെന്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, എക്സെപ്ഷനലി ഗുഡ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല പല ഇയറുകളിലും. ലൈക്ക് ഇപ്പോൾ ഇത് 2022-24 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ നടന്നു. ഇത് അവരുടെ 2 വർഷത്തെ പീരീഡ് കൊടുക്കുമ്പോൾ അവർ ഏത് വർഷത്തെ ഡിഗ്രിക്കാരാണ്. 2022 ജോയിൻ ചെയ്ത് 24 പാസ് ഔട്ട് ആയ ആൾക്കാരാണ്. 2024 എന്ന് പറഞ്ഞാലും 23 എന്ന് പറഞ്ഞാലും പ്ലേസ്മെന്റ്സിന് വളരെ മോശമായിട്ടുള്ള ഒരു റിലേറ്റീവ്ലി മോശമായിട്ടുള്ള ഇയറുകളായിരുന്നു. അതേപോലെ തന്നെയാണ് അതിന്റെ നമ്പേഴ്സും കാണുന്നത്, കുറച്ച് പേര് പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്ലൈഡ് മാത്സ് വെച്ചിട്ട്, ആൻഡ് എന്താണ് സാലറി റേഞ്ച് എന്നും കാണാൻ പറ്റും. ഓക്കെ, വളരെ ഹൈ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഡീസന്റ് നമ്പേഴ്സ് ആണ്. സോ IIT ഭിലായ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ IIT അല്ല, കുറച്ചും കൂടെ ലോവർ ലെവലിലുള്ള IIT ആണ്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല നമ്പേഴ്സ് തന്നെയാണ് കമ്പയർഡ് ടു മറ്റു പല ഓപ്ഷൻസും. ഓക്കെ, ദെൻ ഓപ്പറേഷൻസ് റിസർച്ച്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡിലെല്ലാം വരുന്ന ഒരു ഏരിയ ആണ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഓപ്പറേഷൻസ് റിസർച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. മെയിൻ ആയിട്ട് IIT ബോംബെ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് MSc ഇൻ ഓപ്പറേഷൻസ് റിസർച്ച്, അതുപോലെ MTech ഇൻ ഓപ്പറേഷൻസ് റിസർച്ച്. ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചില കോളേജുകളുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒരുപാട് കോളേജുകളുണ്ടല്ലോ, അതിലെ ചില ടോപ്പ് കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻസ് റിസർച്ച് പഠിക്കാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ CUT എഴുതണം. മാത്സിന്റെ CUT എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. എന്നാൽ IIT ബോംബെയിലാണെങ്കിൽ നിങ്ങൾ JAM മാത്തമാറ്റിക്സ് എഴുതിക്കൊണ്ടാണ് അഡ്മിഷൻ എടുക്കുക. സോ ബേസിക്കലി നിങ്ങൾക്ക് മാത്സ് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരു സബ്ജക്റ്റും അറിയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സോ ഓപ്പറേഷൻസ് റിസർച്ചിന്റെ കരിക്കുലത്തിൽ പ്രോഗ്രാമിംഗ് അൽഗോരിതംസ് ഇതെല്ലാം വരും, ഒപ്റ്റിമൈസേഷൻ വരും, ന്യൂമറിക്കൽ ലീനിയർ അൽജിബ്ര, ഗെയിം തിയറി, സ്റ്റൊക്കാസ്റ്റിക് മോഡൽസ്, ഇതെല്ലാമാണ് ബേസിക് ആയിട്ട് ചില ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. സോ നമ്മുടെ അബ്സ്ട്രാക്ട് മാത്സിൽ നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ടോപ്പിക്കുകളല്ല. ഓഫ് കോഴ്സ് ഡിഗ്രി വേറെയാണ്, നമ്മൾ പഠിക്കുന്നത് വേറെ കാര്യങ്ങളാണ്, പ്ലേസ്മെന്റ്സിന് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓപ്പറേഷൻസ് റിസർച്ച് ആക്ച്വലി MSc IIT ബോംബെയിൽ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. MTech കുറെ മുമ്പേ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ MScയുടെ ഒരു ഏത് ഇയറിലാന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. ഏതോ ഒരു ഇയറിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കാണാം. 16 പേരിൽ 12 പേര് പ്ലേസ്ഡ് ആയിരുന്നു. 75% പ്ലേസ്മെന്റ് റേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, MTechലാണെങ്കിൽ പ്ലേസ്മെന്റ് റേറ്റ് കൂടുതലാണ്. അത് ആക്ച്വലി MScയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് MTech ചെയ്യാൻ പറ്റുക ഓപ്പറേഷൻസ് റിസർച്ച്. അപ്പോൾ അതൊന്നും കൂടെ വീണ്ടും 2 വർഷം എക്സ്ട്രാ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് പ്ലേസ്മെന്റ് നമ്പേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ. സ്റ്റിൽ 16 12 പേര് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ച് പേര് ഡെഫിനറ്റ്ലി ഹയർ സ്റ്റഡീസിൽ പോയ ആൾക്കാരുണ്ടാവും. ഓപ്പറേഷൻസ് റിസർച്ചിനെല്ലാം PhD ഓപ്ഷൻസ് അബ്രോഡ് വളരെ നല്ലത് യൂറോപ്പിലെല്ലാം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
സോ പല ആൾക്കാരും അങ്ങനെ പോയിട്ടുണ്ടാവും. സോ ഓൾമോസ്റ്റ് എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോ അതും വളരെ നല്ലൊരു കോഴ്സാണ്. ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോഴ്സ് എന്താണെന്ന് റഫ് ഐഡിയ തരാന്, ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പൊതുവെ റെയിൽവേയുടെ ആൻഡ് എയർലൈൻസിന്റെ എല്ലാം ഷെഡ്യൂളിങ്, ചാർട്ടിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഓപ്പറേഷൻസ് റിസർച്ച് കൂടുതലായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ട് വർക്ക് ചെയ്യാറുള്ള ഏരിയ. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു MSc ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി മാത്സ് ചെയ്തതിനു ശേഷം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു മാസ്റ്റേഴ്സിന് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ച്വലി നമ്മുടെ തിയററ്റിക്കൽ മാത്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂഷ്വലി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണമെങ്കിൽ ഒരു ടോപ്പ് കോളേജിൽ നിന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജാമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ജാം വേണം. മാത്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ മാത്സിന്റെ ജാം എക്സാം പോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ജാം എക്സാം. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുവിധം അറിയുക എന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. എന്നാലേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, എന്നാലേ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്യാം. സോ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുക മാത്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിൾ ഓപ്ഷൻ അല്ല. ബട്ട് സ്റ്റിൽ പല കോളേജുകളിലും സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ സ്ഥാനത്ത് ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കാണാറുണ്ട്. അങ്ങനെ നിങ്ങൾ അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് IIT ബോംബെയിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് കുറെ വർഷങ്ങൾ മുമ്പത്തെയാണ്, 2018-20 സമയത്ത്. സോ ആ സമയത്ത് 27 പേരാണ് ASI എന്ന് പറഞ്ഞാൽ ആക്ച്വലി IIT ബോംബെയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വിങ്ങിന്റെ പേരാണ്. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്, അങ്ങനെ എന്താണ് പേര് ഏകദേശം. സോ 27 പേര് പ്ലേസ്മെന്റ്സിനായിരുന്നു. 21 പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, 2 പേർക്ക് PPO കിട്ടി. PPO എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രീ പ്ലേസ്മെന്റ് ഓഫർ എന്ന് പറയും. അതായത് അവര് അതിന് മുമ്പ് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യും നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ആയിട്ട്. ആ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അവരോട് പറഞ്ഞു, നിങ്ങൾ പ്ലേസ്മെന്റ്സിന് ഇരിക്കണ്ട, ഞങ്ങളുടെ കമ്പനിയിലോട്ട് നേരെ പോലെ, ഇത്രയാണ് സാലറി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്ലേസ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് ഓഫർ കിട്ടി. സോ അത് മച്ച് ബെറ്റർ സിറ്റുവേഷൻ ആണ്. പ്ലേസ്മെന്റ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, അതിന് മുമ്പേ ജോലി കിട്ടി. സോ അങ്ങനെ ടോട്ടൽ 27 പേരിൽ 23 പേരും ഈ സ്ഥലങ്ങളിൽ പ്ലേസ്ഡ് ആണ്. കുറച്ചുപേര് ടീച്ചിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, റിസർച്ചിൽ പോയ ആൾക്കാരുണ്ടാവും. ഇത്രയും പേർക്ക് പ്ലേസ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കൂടെ മാത്സിലെയും കാണാം. അന്ന് MSc മാത്സിൽ 8 സീറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. 8 സ്റ്റുഡൻസ് പ്ലേസ്മെന്റ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സ്റ്റുഡൻസ് കൂടുതലുണ്ടാവും, ബട്ട് 8 പേര് പ്ലേസ്മെന്റ്സ് രജിസ്റ്റർ ചെയ്തുള്ളൂ. 5 പേർക്ക് കിട്ടി. ഒരാൾക്ക് PPO, ഒരാൾക്ക് സാധാരണ ജോബും കിട്ടും. ഇതാണ് മാത്സിന്റെ സിറ്റുവേഷൻ, ഒരുപാട് വർഷങ്ങൾ മുമ്പത്തെയാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി MSc മാത്സിന്റെ തന്നെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് അപ്ലൈഡ് കോഴ്സുകളല്ല, നമ്മുടെ പ്യൂർ മാത്സിന്റെ ആണ്. ബട്ട് ഇത് IIT ബോംബെയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും MScയുടെ പ്ലേസ്മെന്റ്സ് എന്താണ്. 2022-23 19 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിൽ 17 പേരും പ്ലേസ്ഡ് ആണ്. അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ അപ്ലൈ ചെയ്ത ആൾക്കാരും ഉണ്ടാവും. മേ ബി ആ 2 പേര് അത്രേ ഉണ്ടാവുള്ളൂ. മേ ബി പ്ലേസ്മെന്റ് കിട്ടിയ ചിലർ പോലും ഫുള്ളി സീരിയസ് ആയിട്ട് എടുത്തിരുന്നാവില്ല. ബൈ ദ വേ IITസിലെല്ലാം പ്ലേസ്മെന്റ് കിട്ടിയതിനു ശേഷം ആ പ്ലേസ്മെന്റ് ജോയിൻ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതും ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് പലർക്കും ഇൻട്രസ്റ്റ് ഹയർ സ്റ്റഡീസിലായിരിക്കും. സോ ഇത്രയും നല്ല നമ്പേഴ്സ് 19 പേര് രജിസ്റ്റർ ചെയ്ത് 17 പേർക്കും MSc മാത്സ് പഠിച്ചിട്ട് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 22-23 പ്ലേസ്മെന്റ്സ് ഇതാ നല്ല കാലമായിരുന്നു സാർ. ബട്ട് റീസെന്റ് ഇയേഴ്സിൽ നോക്കാം, ആ നമ്പേഴ്സ് കുറച്ചുകൂടെ മോശമാണ്. 22 പേരിൽ 9 പേരാണ് പ്ലേസ്ഡ്. 22 പേര് രജിസ്റ്റർ ചെയ്തതിൽ 9 പേർക്കാണ് പ്ലേസ്മെന്റ് കിട്ടിയത്. ദെൻ PhDക്ക് പോയ ഒരുപാട് പേരുണ്ട്. ഈ ഒരു 2023-24 ബാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ്. അതിൽ മിക്ക ആൾക്കാരും ഇന്ത്യയിലെ ഏതെങ്കിലും എലീറ്റ് സ്ഥാപനത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ആരും ഒന്നും കിട്ടാതെ എവിടെയാ പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊരു എലീറ്റ് സ്ഥാപനത്തിൽ പഠിച്ചാൽ യൂഷ്വലി ഉണ്ടാവാം. അവർക്ക് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവും. സെക്കൻഡ് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. ആൻഡ് അവർ ഇവഞ്ച്വലി പിന്നീട് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സിറ്റുവേഷൻ ആകുന്ന സമയത്ത് വീണ്ടും അവരുടെ ഫസ്റ്റ് ഓപ്ഷനിലോട്ട് സ്വിച്ച് ചെയ്യും. സോ ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ള ഒരു മേജർ കാര്യം, നമുക്ക് മാത്സിൽ പ്യൂർ മാത്സ് അല്ലാതെ നിങ്ങൾക്ക് അപ്ലൈഡ് ഫീൽഡിലോട്ട് പോകാൻ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങും അപ്ലൈഡ് മാത്സും ഓപ്പറേഷൻസ് റിസർച്ചും എല്ലാം ആണ്. അതല്ലാതെ നമുക്ക് ഡാറ്റാ സയൻസിലോട്ട് പോകാൻ പറ്റും. ഡാറ്റാ സയൻസിലും നല്ല ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഡാറ്റാ സയൻസിനെ കുറിച്ച് ഞാൻ ഈ സെഷനിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത് ഡാറ്റാ സയൻസിൽ എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും, യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ എല്ലാം കാണാൻ പറ്റും. അതേസമയം മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങോ ഓപ്പറേഷൻസ് റിസർച്ചോ ഇതിനെ കുറിച്ചൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പൊതുവെ ആൾക്കാർക്ക് ഇൻഫോർമേഷൻ ഇല്ല. ഡാറ്റാ സയൻസിലെ ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്, അത് നിങ്ങൾ പഠിക്കണം, ലൈക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ. ബട്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥാപനത്തിൽ പഠിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി, ബട്ട് വളരെ ചെറിയ ആരും കേട്ടിട്ടില്ലാത്ത ഏതൊരു ഫോമിലൊക്കെ ആണെങ്കിൽ
നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾ ഡാറ്റാ സയൻസ് പഠിക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ചില സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ മാത്സിന് മാത്രം നോളജ് വെച്ച് നല്ല രൂപത്തിൽ ഡാറ്റാ സയൻസ് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനം. അങ്ങനെ ഏതെങ്കിലും സ്ഥാപനം ചൂസ് ചെയ്യുക. ഇപ്പോഴും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അൾട്ടിമേറ്റ്ലി പഠനം അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഹാർഡ് വർക്കിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് എളുപ്പപ്പണി നോക്കിയിട്ട് കാര്യമില്ല. ഞാനിവിടെ പറഞ്ഞ ഓപ്ഷൻസ് മെയിൻലി നിങ്ങളുടെ മാത്സ് നോളജ് വെച്ചിട്ട് കയറാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. മറ്റൊരു ഓപ്ഷൻ, നിങ്ങൾ ഇപ്പോൾ BSc ഏർലി ഇയറിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ഈ അപ്ലൈഡ് ഫീൽഡിലോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പാരലൽ ആയിട്ട് കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ BSc മാത്സ് പഠിച്ചേ, ബട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, എക്സാം എഴുതുമ്പോൾ CS അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്ഥാപനങ്ങളിൽ ഡാറ്റാ സയൻസിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാം. ബട്ട് അതിനെക്കുറിച്ച് അത് മെജോറിറ്റി ആൾക്കാർക്ക് അപ്ലിക്കബിൾ ആവില്ല ഇവിടെ ഉള്ളവർ, നമ്മുടെ ഓഡിയൻസിലുള്ളവർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ കാര്യമായിട്ട് സ്ട്രെസ് ചെയ്തിട്ടില്ലാത്തത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് പറയാനുള്ളത്, നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുക. നിങ്ങൾക്ക് റിസർച്ച്, ടീച്ചിങ്, കോച്ചിങ് ഫീൽഡ്, ടെക് ജോബുകൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലെ ടെക് ജോബിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. പക്ഷേ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ഒരു ഫീൽഡാണ് എന്ന് വെച്ച് മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ആ ഒരു ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് മേ ബി നല്ലതായിരിക്കില്ല. നിങ്ങളൊരു കരിയർ ഡിസൈഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം മാത്രമല്ല എപ്പോഴും ലോങ് ടേം കൂടെ ചിന്തിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ആകുന്ന ഒരു ഹൈ പ്രഷറിൽ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ, ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ, ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഫീൽഡ്. നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ അതിനുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല ലൈഫ് നിങ്ങൾക്ക്, ലൈക്ക് നല്ല സാലറിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ടീച്ചിങ്, റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഫീൽഡാണ്. അത് ഇൻട്രസ്റ്റ് ഉള്ള, ടീച്ചിങ്ങിലോ റിസർച്ചിലോ ഏതെങ്കിലും ഒന്നില് അല്ലെങ്കിൽ രണ്ടിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വളരെ കാമായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ആരും നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യാനൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നമ്മുടേതായ രൂപത്തിൽ വർക്ക് ചെയ്യാം. ആൻഡ് ഡീസെന്റ് സാലറിയും ഡീസെന്റ് ലൈഫും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ്. ഇപ്പൊ റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സാലറി നമ്പർ നോക്കാൻ വലിയ നമ്പർ ആവില്ല, പക്ഷെ നിങ്ങൾക്ക് താമസം ഫ്രീ ആയിരിക്കും, ഫുഡ് ഫ്രീ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ അതിനൊക്കെ ഫീ ഉണ്ടെങ്കിൽ തന്നെ വളരെ മിനിമൽ ഫീ ആയിരിക്കും. നിങ്ങൾ ഒരു ടെക് ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വലിയൊരു സിറ്റിയിലായിരിക്കും മിക്കവാറും, അവിടെ നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, എന്നാൽ അതിനനുസരിച്ച് നല്ല ലിവിങ് എക്സ്പെൻസുകൾ ഉണ്ടാവും. സോ മേ ബി നിങ്ങൾ ആ കാണുന്ന നമ്പേഴ്സിനെ അതേപോലെ നേരെ അങ്ങ് കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു ടീച്ചിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ IIT-യിൽ നിൽക്കുന്ന ഒരു ഫാക്കൽറ്റിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ IIT-യിൽ ഫാക്കൽറ്റി ഒന്നും ഉണ്ട്, IIT-യിൽ ജസ്റ്റ് PhD ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ സാലറി നമ്പർ അത്ര ഹൈ ആയിരിക്കണം എന്നില്ല, പക്ഷെ ആളുടെ എക്സ്പെൻസുകളും വളരെ കുറവാണ്. ലൈഫ് പക്കാ ഡിഫറെന്റ് ആണ്, നല്ല സിമ്പിൾ ആയിട്ട്, ലൈക്ക് വളരെ കാം ആയിട്ടുള്ള ലൈഫായിരിക്കും. നിങ്ങൾ പുറത്തൊരു സ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിറ്റുവേഷൻ. ഞാൻ IIT ബോംബെയിൽ പഠിച്ച സമയത്ത് ബോംബെ എന്ന സിറ്റിയിലെ ലൈഫ് നല്ല പോലെ കണ്ടാണ്. എന്റെ പേഴ്സണാലിറ്റിക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്ന് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി കഴിഞ്ഞിട്ട്. ലൈക്ക് ആ ഒരു സിറ്റി ലൈഫിന്റെ സ്പീഡും റഷും ആ ഒരു ലൈഫ് സ്റ്റൈല് എനിക്ക് സ്യൂട്ട് ചെയ്യുന്നതല്ല. എനിക്ക് കാമായിട്ട്, ആൻഡ് എനിക്ക് ടീച്ചിങ് ആണ് പാഷൻ, അതെല്ലാം വെച്ച് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ടീച്ചിങ് ആണ്. അതിൽ തന്നെ എനിക്ക് കോച്ചിങ്, എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സോ ഞാൻ കോച്ചിങ് ഫീൽഡ് സെലക്ട് ചെയ്തു. അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഏത് രൂപത്തിലുള്ള ഒരു ലൈഫാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഇതിനെല്ലാം അനുസരിച്ച് കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. എല്ലാ ഫീൽഡുകളിലെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം മനസ്സിലാക്കുക. ബേസിക് ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ആ ഒരു ഫീൽഡിനെ കുറിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്ത ആൾക്കാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഒരു കരിയർ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടയറിങ് ആണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ BSc കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാനും BS കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അടുത്തത് എന്ത് ചെയ്യണം, ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് എടുക്കണോ? ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് തോന്നും ഓക്കെ നേരെ JEE കോച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങാം. ബട്ട് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഓക്കെ കുറച്ചും കൂടെ പഠിച്ചിട്ടാവാം എന്ന് തോന്നും. സോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് നമുക്കത് പെട്ടെന്ന് എന്തെങ്കിലും അങ്ങ് തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം എന്ന് വരെ തോന്നിപ്പോകും. ബട്ട് ഒരിക്കലും നമ്മൾ ആ ഒരു തീരുമാനത്തിലോട്ട് റഷ് ചെയ്യരുത്. നല്ലപോലെ എല്ലാ ഓപ്ഷൻസിനെ കുറിച്ചും നിങ്ങൾ സമയമെടുത്ത്, കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും എല്ലാ സിറ്റുവേഷൻസിനെ കുറിച്ചും നല്ലപോലെ അനലൈസ് ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു ഡിസിഷനാണ്. സോ ജസ്റ്റ് നമ്മൾ ഷോർട്ട് ടേം മാത്രം വിചാരിച്ച് ഇന്ന് എന്റെ ലൈഫിൽ മാസം ഒരു 30,000 രൂപ കിട്ടിയാൽ എന്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കും
എന്ന് വെച്ച് നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യാതെ നേരൊരു ജോബിലോട്ട് കയറുന്നത് ലോങ് ടേമിൽ ഒരിക്കലും നല്ല ഡിസിഷൻ ആയിരിക്കില്ല. കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മതിയാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. സോ എപ്പോഴും നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ലോങ് ടേം കൂടെ ചിന്തിച്ചു വേണം തീരുമാനം എടുക്കാൻ. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ഓക്കെ, ഇപ്പൊ MSc മാത്സിന് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല എന്ന് മേ ബി പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്സിൽ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ആ ഫീൽഡിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾ നിങ്ങളാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഏത് സബ്ജക്റ്റ് ആയാലും ഏത് ഫീൽഡായാലും. ഇനി നിങ്ങളൊരു ടെക് ഫീൽഡിൽ പോയാൽ പോലും നിങ്ങൾക്ക് കൂടുതൽ സക്സസ്ഫുൾ ആണെങ്കിൽ എഗെയിൻ അവിടെ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ ബെസ്റ്റ് ആയാലാണ് നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനും കാര്യങ്ങളും ഈസി ആയിട്ട് കിട്ടുക. സോ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും എന്ത് വർക്ക് ചെയ്താലും നമ്മൾ ചെയ്യുന്ന കാര്യം ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. കറന്റ് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, ദെൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. എന്താണോ നമ്മുടെ ലൈഫിലെ ആ സ്റ്റേജിലെ മെയിൻ വർക്ക്, അതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇൻ ജനറൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഏത് ഫീൽഡിലായാലും നിങ്ങൾക്ക്, ഇഫ് യു ആർ ദ ബെസ്റ്റ്, യു വിൽ ഡെഫിനറ്റ്ലി സീ എ ലോട്ട് ഓഫ് ഗുഡ് ഓപ്ഷൻസ്, ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് അറൗണ്ട്. ഓക്കെ, ദെൻ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എത്രത്തോളം ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള, എത്രത്തോളം നല്ലൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ചിട്ട് നല്ല ലൈഫ് എന്ന് പറയുമ്പോൾ അതിന് പല ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് ജസ്റ്റ് മണിയുടെ പൈസയുടെ കാര്യത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ. ഓക്കെ, വർക്ക് ചെയ്യാൻ റെഡിയാണോ, യു വിൽ സി ഓപ്ഷൻസ് അറൗണ്ട്. ഓക്കെ, ഇനി ഫൈനലി എനിക്ക് ഇതെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കോഴ്സുകളെല്ലാം പൊതുവേ നമുക്ക് ജാം എക്സാം അല്ലെങ്കിൽ CUT എന്ന് പറഞ്ഞാൽ MSc മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നാണ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കാറ്. പക്ഷേ ഇന്ത്യയിലെ ഒരു ടോപ്പ് സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കണമെങ്കിലും ഓപ്പറേഷൻസ് റിസർച്ച് പഠിക്കണമെങ്കിലും ഇനി ഈവൻ ഡാറ്റാ സയൻസിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോലും നിങ്ങളെ ജാമും CUTയും എല്ലാം ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളത്, ഡിഗ്രിയിൽ പഠിച്ചത് മാത്സ് ആണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാത്സിലുള്ള നിങ്ങളുടെ നോളജാണ്. നിങ്ങൾ എഫേർട്ട് എടുത്ത് കമ്പ്യൂട്ടർ സയൻസോ ഡാറ്റാ സയൻസോ ഓൾറെഡി പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സാംസ് എഴുതിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടില്ല, അവിടെയും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കറന്റ് ഉള്ള മാത്സ് നോളജ് യൂസ് ചെയ്ത് ഈ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഏതൊക്കെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് എന്നാണ് ഞാൻ ഈ സെഷനിൽ പറയുന്നത്. സോ ഇവിടെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് മാത്സ് ആണ് അറിയുക, ആ മാത്സ് നോളജ് ആണ് നിങ്ങളുടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്യുന്ന എക്സാമുകൾ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഈ അപ്ലൈഡ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ജാം എക്സാമും CUT എക്സാമും തന്നെയാണ്. സോ ഇന്ത്യയിലെ മോസ്റ്റ് മാത്തമാറ്റിക്സ് BSc ചെയ്തൊരു കുട്ടിക്ക് അപ്ലൈഡ് ഫീൽഡ് പോകാനായാലും റിസർച്ച് ടീച്ചിങ് ഫീൽഡ് പോകാനാണെങ്കിലും രണ്ട് ഓപ്ഷനിലായാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജാം എക്സാമും CUT എക്സാമും ഇതെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ പോകണമെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ CS സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക, അതിന് നിങ്ങൾ ഈ സ്റ്റേജിൽ റെഡി ആണെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാത്സിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ജാമും CUT എല്ലാം ക്ലിയർ ചെയ്ത് ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം, അതിന് മുമ്പുള്ള വെക്കേഷനിലോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷമോ നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക് ഫീൽഡിലോട്ട് ട്രാൻസിഷൻ ചെയ്യാം. ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വഴി ആദ്യം മാത്സ് വെച്ചുള്ള എക്സാം ക്വാളിഫൈ ചെയ്യുക, അതിന് ശേഷം പോയിട്ട് പഠിക്കാറുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാം എക്സാം അല്ലെങ്കിൽ CUT എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ എക്സാംസിന് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ എക്സാംസിന് എന്തൊക്കെയാണ് ചോദിക്കുക, ഈ രണ്ട് എക്സാംസും അതുപോലെ നിങ്ങൾക്ക് BScക്ക് ശേഷം എഴുതാൻ പറ്റുന്ന മറ്റ് പല എൻട്രൻസ് എക്സാമുകളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടുത്തൊരു സെഷൻ നെക്സ്റ്റ് വീക്കെൻഡിൽ, അടുത്ത ശനിയാഴ്ച നമ്മൾ അടുത്തൊരു സെഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി അതിൽ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ ഈ എക്സാംസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് മാത്രമല്ല, നിങ്ങളെ പോലെ കഴിഞ്ഞ വർഷം ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് തേർഡ് ഇയർ BSc ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം ജാമില് അത്യാവശ്യം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ജാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല, 2-3 ദിവസം കൊണ്ട് വരും. പക്ഷേ ലൈക്ക് അപ്പൊ അടുത്ത സെഷൻ, നമ്മുടെ സെഷൻ വരുമ്പോഴേക്കും ഓൾറെഡി റിസൾട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഓൾറെഡി മാർക്ക് ഔട്ട് ആണ്, മാർക്ക് വെച്ചിട്ട് നമുക്ക് അവർക്ക് എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. സോ ഓൾറെഡി ഈ വർഷം ജാമിന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പല കുട്ടികളും, ബെൻസിലിൽ പഠിച്ച പല കുട്ടികളും ആ ഒരു സെഷനിൽ നിങ്ങളോട് സംസാരിക്കും. അവരുടെ പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്, ലൈക്ക് ആ സമയത്ത് അവർ ഫേസ് ചെയ്ത ചലഞ്ചുകളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാം അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് ഈ വർഷം ടോപ്പ് ചെയ്തിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അതല്ലാതെ എക്സാംസിനെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങൾ അതും തരും.
സോ ഇങ്ങനെയുള്ള ഒരു സെഷൻ ഇനി അടുത്ത സാറ്റർഡേ, അടുത്ത ശനിയാഴ്ച ഉണ്ടാവും. സോ നിങ്ങളെ ആ ഒരു സെഷനിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രസന്റേഷൻ മെയിൻ സെഷനോട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.